أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. الحمد لله كما ينبغي لجلال وجهه وعظيم سلطانه. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا ومنجينا وقدوتنا وقرة أعيننا وثمرة فؤادنا محمد صلى الله عليه وسلم، صلاة وسلاما دائمين متلازمين إلى يوم الدين. اللهم صل وسلم وبارك عليه وعلى آله وصحبه وعترته ومن جاهد معه وتلقى سنته واتبع هديه وسلك نهجه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. صدق الله العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അല്ലാഹുവിന്റെ ഹിദായത്ത് ലഭിച്ചവരിൽ, അതിൽ അടിയുറച്ചു നിൽക്കുന്നവരിൽ, ഈമാൻ അല്ലാഹു ശുദ്ധിയാക്കി കൊടുത്തവരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുമാറാകട്ടെ. അല്ലാഹു തആല നമ്മിലെ രോഗങ്ങളെ ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗികൾ, അസുഖമായി കിടക്കുന്നവർ, ഹോസ്പിറ്റലിലും മറ്റിലും ചികിത്സയിൽ കഴിയുന്നവർ, അല്ലാഹു തആല അവർക്കെല്ലാം പരിപൂർണ ആഫിയത്തും സലാമത്തും സിഹ്ഹത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ആയത്തുൻ നൂറിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ പ്രകാശം, ആ പ്രകാശത്തിന് അല്ലാഹു തആല ഉദാഹരണം പഠിപ്പിച്ചു തരികയായിരുന്നു. കമിസ്ബാഹിൻ ഫീഹാ കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ. സ്ഫടിക സമാനമായ കത്തിത്തിളങ്ങുന്ന നക്ഷത്രം പോലത്തെ ഒരു സ്ഫടികത്തിനുള്ളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന ഒരു വിളക്ക്. ആ വിളക്ക് ഒരു വിളക്കുമാടത്തിൽ, ആ വിളക്കിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം സംശുദ്ധമായ സൈത്തൂനിന്റെ എണ്ണയാണ്. ആ
എണ്ണ ലഭിക്കുന്ന വൃക്ഷം ബറക്കത്തുള്ള വൃക്ഷമാണ്. അത് ഭൂമിയിലെ വൃക്ഷമല്ല, പൗരസ്ത്യമോ പാശ്ചാത്യമോ അല്ല. ആ എണ്ണയ്ക്കു തന്നെ പ്രകാശമുണ്ട്. അങ്ങനെ അതിലേക്ക് പ്രകാശം കൂടെ ചേർന്നപ്പോൾ നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശമായിരിക്കുന്നു. ഈ ഉദാഹരണം പറഞ്ഞ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുന്നത് വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, അല്ലാഹു ജനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരികയാണ്. ഇതൊരു ഉദാഹരണമാണ്. കാരണം അങ്ങനെ ഒരു മിഷ്കാത്തോ ഒരു വിളക്കോ ശർഖിയും ഗർബിയുമല്ലാത്ത, പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ലാത്ത, ഈസ്റ്റേൺ അല്ലെങ്കിൽ വെസ്റ്റേൺ, ഇതൊന്നുമല്ലാത്ത ഒരു വൃക്ഷം ലോകത്തില്ല തന്നെ. അള്ളാഹുവിന്റെ ഹിദായത്ത് ഗൈബിയാണ്, നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണുന്നതല്ല ഈമാൻ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ. അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹുവിന്റെ എസൻസ് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് അതീതമാണ്. നമ്മുടെ ബുദ്ധിക്ക് പോലും വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, നമ്മുടെ സെൻസുകൾക്ക് അതീതമാണ്. നമ്മുടെ വിജ്ഞാനം ശേഖരിക്കാനുള്ള, ഭൗതികമായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കാഴ്ചയും കേൾവിയും, സ്വാദം അറിയാനുള്ള, രുചി അറിയാനുള്ള, സ്പർശിച്ചറിയാനുള്ള ഈ ഇത്തരം സെൻസുകൾക്കെല്ലാം അള്ളാഹു അതീതനാണ്. അങ്ങനത്തെ റബ്ബിന്റെ ഹിദായത്തിനെ സംബന്ധിച്ച് പറഞ്ഞു തരണമെങ്കിൽ അള്ളാഹുവിന് ഈ ഭൗതിക ലോകത്തെ, ദുന്യവിയായ ലോകത്തെ വാക്കുകൾ കൊണ്ട് അല്ല അതിനെ പരിചയപ്പെടുത്തി തരാൻ കഴിയുക. എന്നാലും ഏറെക്കുറെ ഭാഷ എന്ന അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്തിലൂടെ ഒരാശയം അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. അള്ളാഹുവിന്റെ പ്രകാശം ഇങ്ങനെയാണ്, അള്ളാഹു നൽകുന്ന, മനുഷ്യന് നൽകുന്ന ഗൈഡൻസ്, അള്ളാഹുവിന്റെ ഹിദായത്ത് കത്തിജ്വലിക്കുന്ന പ്രകാശമാണ്. ആ ഉദാഹരണം പറഞ്ഞ് അള്ളാഹു പറയുന്നു, വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. ഈ പ്രകാശത്തെ സംബന്ധിച്ച് അല്ലാഹു ഒന്നുകൂടെ പറഞ്ഞു, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഈ പ്രകാശം കൊടുക്കുന്നു, അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുന്നു. ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് ഒരു അമലാണ്, അല്ലേ? ഞാൻ നന്നായതോ നന്നാകാതിരിക്കുന്നതോ, അതിന്റെ കുറ്റം, അതിന്റെ പാപഭാരം, അല്ലെങ്കിൽ ആ ഒരു നിമിത്തം, നമ്മുടെ വിധി എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹുലേക്ക് ചേർത്തി അള്ളാഹുവിനെ തള്ളിപ്പറയാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദറിനെ തള്ളിപ്പറയാനുള്ള ഒരു നീക്കുപോക്കാവരുത്. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? വയഹ്ദില്ലാഹു ലിനൂരിഹി, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. യഹ്ദില്ലാഹ്, അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നു, ലിനൂരിഹി, അല്ലാഹുവിന്റെ നൂറിലേക്ക്. ആർക്ക്? മൻ യശാ, അല്ലാഹു ആർക്കാണോ ഉദ്ദേശിക്കുന്നത്. ചില ആളുകളെ അല്ലാഹു ഉദ്ദേശിക്കുന്നുണ്ട്, അവർക്കത് കൊടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെയാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത് എന്നറിയാനാണ്. ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുന്നു, അതല്ല ഈ ആയത്തിന്റെ അർത്ഥം. നമ്മൾ അങ്ങനെ മനസ്സിലാക്കി പോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ചവർ കിട്ടുന്നു, ആർക്കൊക്കെയോ കിട്ടി, ആർക്കൊക്കെയോ കിട്ടിയില്ല, അങ്ങനെയല്ല. വിവിധ ആയത്തുകളിലൂടെ അള്ളാഹു അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ആ ഭാഗം ചർച്ച ചെയ്തതിന്റെ ശേഷം നമുക്ക് അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കണം. ഫീ ബുയൂത്തിൻ അദിനല്ലാഹ്. ഈ വിളക്കുകൾ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ. അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. ആ ഭവനങ്ങൾ ഉയർത്തപ്പെടണമെന്നും ആ ഭവനങ്ങളിൽ അള്ളാഹുവിന്റെ നാമം ഉറക്കെ പറയപ്പെടണമെന്നും അള്ളാഹു തആല വിധി ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ഭവനങ്ങളിൽ, മസ്ജിദുകളിൽ സ്ഥാപിക്കപ്പെട്ട വിളക്കുമാടങ്ങളെ പോലെ. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ.
രാവിലെയും വൈകുന്നേരങ്ങളിലും അവിടെ അള്ളാഹുവിന് പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തസ്ബീഹ് എന്ന ഈ വാക്കിനർത്ഥം കുല്ലു തസ്ബീഹത്തിൻ ഫിൽ ഖുർആൻ മഅനാഹു സ്വലാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖുർആനിൽ വന്ന എല്ലാ തസ്ബീഹിന്റെയും അർത്ഥം നിസ്കരിക്കുന്നു എന്നാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അവിടെ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവർ. എന്നാൽ അത് മാത്രമല്ല, അള്ളാഹുവെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർ. ആര്? റിജാലുൻ, പുരുഷന്മാർ. അള്ളാഹുവിന്റെ പള്ളികളിൽ ഇബാദത്തിൽ മുഴുകുന്ന പുരുഷന്മാരെ സംബന്ധിച്ച് അള്ളാഹു തആല ഇവിടെ പറയാണ് റിജാലുൻ. ചില ആളുകൾ അവിടെയുണ്ട് അള്ളാഹുവിന്, അവർ പുരുഷന്മാരാണ്, നാസ് എന്നല്ല. ഇൻഷാ അല്ലാഹ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? എന്തുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല? എന്തുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് പള്ളിയിലേക്ക് വരുന്നതിനോ ജമാഅത്തുകളിൽ സംബന്ധിക്കുന്നതിനോ എന്താണ് നിരുത്സാഹപ്പെടുത്തപ്പെടാൻ കാരണം എന്നൊക്കെ തുടങ്ങി ഒരു 10-15 മസ്അലകൾ ഈ ആയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഫീഹി റിജാലുൻ, അവിടെ ചില ആളുകളുണ്ട്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അവരുടെ കച്ചവടമോ അവരുടെ വിൽപ്പനകളോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുന്നില്ല. അവർ കച്ചവടക്കാരാണ്, പക്ഷെ അവർ പള്ളികളിലേക്ക് എത്തുന്നവരാണ്. അവർ ബിസിനസ്സുകാരാണ്, പക്ഷെ അവർ പള്ളികളിലേക്ക് വരുന്നവരാണ്. അവർ ജോലി ചെയ്യുന്ന ആളുകളാണ്, പക്ഷെ അവർ പള്ളികളിലേക്ക് എത്തുന്നവരാണ്. നിസ്കാരം നിലനിർത്താനും സകാത്ത് കൊടുക്കാനും അവരുടെ കച്ചവടം അവർക്ക് തടസ്സമല്ല, അവരുടെ ബിസിനസ്സുകൾ അവർക്ക് തടസ്സമല്ല. യഖാഫൂന യൗമൻ, ഒരു ദിവസത്തെക്കുറിച്ച് അവർ പേടിയിലാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണുകളും ഹൃദയങ്ങളും മലക്കം മറിഞ്ഞു പോകുന്ന ഒരു നാളിനെ സംബന്ധിച്ച് പേടിയിലാണവർ. അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ചില ആളുകൾ സ്ഥിരമായി നിലകൊള്ളുന്ന ഒരു പള്ളി, ആ പള്ളികളിൽ കത്തിക്കപ്പെടുന്ന ഒരു വിളക്ക് പോലെയാണ് അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ ഉദാഹരണം. മുമ്പത്തെ ആയത്തിലേക്കാണ് അത് ബന്ധിക്കുന്നത്. ആർക്കാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നത്? 35-ാമത്തെ ആ ഒരു ആയത്തിന്റെ അവസാന ഭാഗം കൂടെ ചർച്ച ചെയ്ത് നമുക്ക് 36-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു തആല നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. കാഫിരീങ്ങൾക്ക് അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കില്ല. അള്ളാഹു തആല പറയാം, ആർക്കാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നത്? അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. പക്ഷേ ആർക്കാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ആർക്കാണ് ഉദ്ദേശിക്കാത്തത്? ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ വചനങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്ന് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, സൂറത്തുൽ മാഇദ 67-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, കുഫർ തെരഞ്ഞെടുത്ത ആളുകളെ അല്ലാഹു തആല ഒരിക്കലും ഹിദായത്ത് കൊടുക്കുകയില്ല. ആര് ഹിദായത്ത് കൊടുക്കില്ല? അൽ കാഫിർ. ആരാണ് കാഫിർ? അള്ളാഹുവിന്റെ റിസാലത്ത്, അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിച്ചവനാണ് കാഫിർ. ഇസ്ലാം എന്നൊരു സംഗതി അറിഞ്ഞതിന് ശേഷം നിഷേധിച്ചവൻ, ഇസ്ലാം വെളിവാക്കപ്പെട്ടതിന് ശേഷം അത് നിഷേധിച്ചവൻ, വിശുദ്ധ ഖുർആൻ കേട്ടതിന് ശേഷം നിഷേധിച്ചവൻ, കുഫർ എന്ന പണി അവർ താനെ ചെയ്തു കഴിഞ്ഞാൽ അവർ അള്ളാഹു ഹിദായത്തിലേക്ക് കൊണ്ടുവരില്ല. അപ്പൊ മനുഷ്യനായിട്ട് ചെയ്യുന്ന ഒരു പണി ഹിദായത്തിന് തടസ്സമായി മാറുകയാണ്. അള്ളാഹു അങ്ങോട്ട് നിരോധിച്ചു ചില ആളുകൾക്ക്, അള്ളാഹു ചില ആളുകൾക്ക് നിഷേധിച്ചു. അങ്ങനെ പറയരുത്. ഖിയാമത്ത് നാളിൽ ചില ആളുകൾ അങ്ങനെ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? അള്ളാഹുവെ, നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ നിനക്ക് തെറ്റ് ചെയ്യില്ലായിരുന്നല്ലോ. നീ അങ്ങനെ വിചാരിച്ചു, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഞങ്ങൾ എന്ത് ചെയ്യാൻ? നീ വിചാരിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾ ഇത് ചെയ്തത്. ഇത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയരുത്. അള്ളാഹു തആല ആർക്ക് കൊടുക്കുന്നു, ആർക്ക് കൊടുക്കില്ല, അള്ളാഹു തീരുമാനിച്ചു. അല്ലേ? നമ്മൾ ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള കഴിവ് നൽകിയിട്ടാണ് അള്ളാഹു പറഞ്ഞയച്ചത്. ഹക്കും ബാത്തിലും നമുക്കറിയാം. ജന്മന ഒരു മനുഷ്യന് ഹക്കും ബാത്തിലും അറിയാമെന്നാണ്. فألهمها فجورها وتقواها. فألهمها فجورها وتقواها. മുസ്ലിമിനും അമുസ്ലിമിനും അറിയാം എന്താണ് നന്മയെന്ന്, എന്താണ് തിന്മയെന്ന്. ഇത് സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതിന്മീതെ പ്രകാശത്തിനുമേൽ പ്രകാശമായിട്ടാണ് അള്ളാഹുവിന്റെ ഹിദായത്ത്. മോഷ്ടിക്കുന്ന കള്ളനറിയാം, അവൻ അമുസ്ലിമാണെങ്കിൽ പോലും അവനറിയാം ഞാൻ ഈ ചെയ്യുന്ന പണി മോശമാണെന്ന്.
വ്യഭിചാരം മോശമാണെന്ന് ഏത് മനുഷ്യനും അറിയാം. അക്രമവും അരാജകത്വവും മോശമാണെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. ആ അറിവിനെ ഒരു തരത്തിൽ മനുഷ്യൻ മൂടിവെക്കുകയാണ്. എന്നിട്ടാണ് തിന്മ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ലോകത്ത് നിയമവ്യവസ്ഥകൾ ഉണ്ടാകുമോ? ഇസ്ലാമിനെ ഒരു ദസ്തൂർ, ഒരു സമൂഹത്തിന്റെ, ഒരു രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടുത്തെ ഭരണഘടന ഉണ്ടാക്കുമ്പോ വിശുദ്ധ ഖുർആനിനെ മുൻപിൽ വെച്ചുണ്ടാക്കുന്ന രാജ്യങ്ങളുണ്ട്, ബൈബിൾ വെച്ചുകൊണ്ടുണ്ടാക്കുന്ന രാജ്യങ്ങളുണ്ട്, സെക്യുലർ രാജ്യങ്ങളുണ്ട്, ഡെമോക്രാറ്റിക് രാജ്യങ്ങളുണ്ട്, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ട്. എന്തായിരുന്നാലും പൊതുവെ നന്മ തിന്മ എന്ന കൺസെപ്റ്റ് മനുഷ്യന്മാർക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ലോകത്തെങ്ങനെ നിയമമുണ്ടാകും? മോഷണം മോശമാണ്, മോഷ്ടിക്കുക എന്നത് ഇറ്റ്സ് എ ക്രൈം, ഇത് കുറ്റകരമാണ്, അതിന് ശിക്ഷ വേണം, കൊലപാതകത്തിന് ശിക്ഷ വേണം. ഒരു കൂട്ടരങ്ങ് പറയാ കൊലപാതകത്തിന് എന്താണ് കുഴപ്പം എന്നൊരു കൂട്ടം മനുഷ്യരങ്ങ് ചോദിച്ചാൽ, ജനാധിപത്യ രാജ്യങ്ങളിൽ അത്തരം ആളുകൾ അങ്ങ് വോട്ട് ചെയ്ത് പാസ്സാക്കി കഴിഞ്ഞാൽ നന്മ തിന്മ ലോകത്തുണ്ടാകുമോ? പക്ഷെ അങ്ങനെയല്ല. എല്ലാവർക്കും അല്ലാഹു അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ. ഇത് വലിയൊരു അത്ഭുതമാണ്. എല്ലാ മനുഷ്യർക്കും നന്മ തിന്മകൾ ബോധിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസയസ്സിറുഹു ലിൽ യുസ്റ, അല്ലേ? നന്മയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ നന്മയുടെ വഴി അല്ലാഹു എളുപ്പാക്കി കൊടുക്കും. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ ദീൻ പഠിക്കണമെന്നോ അല്ലാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച് അറിയണമെന്നോ ഒരാഗ്രഹമുണ്ടായതിന്റെ പേരിലാണ് ഞാനും നിങ്ങളും ഈ സദസ്സിലേക്ക് എത്തിപ്പെട്ടത്. അല്ലാഹു അതങ്ങ് എളുപ്പമാക്കി തന്നതാണ്. അത് എളുപ്പമാക്കി തന്നതാണ്. അതല്ല മറ്റെന്തെങ്കിലും ഒരു വഴിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ആ വഴിയിലേക്ക് നമ്മൾ എത്തിയേനെ. ഈ സദസ്സിലെത്തേണ്ടതിന് പകരം മറ്റെവിടെയെങ്കിലും നമ്മൾ എത്തിയേനെ. നമ്മൾ ഒരു കാര്യം അള്ളാഹുവിന് വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അത് നന്മയാണെങ്കിൽ നന്മയുടെ വഴി അള്ളാഹു എളുപ്പമാക്കി തരും. തിന്മയാണോ? തിന്മയുടെ വഴി അള്ളാഹു എളുപ്പമാക്കി തരും. നീ എന്ത് തെരഞ്ഞെടുക്കുന്നു അവിടെയാണ് അള്ളാഹു നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ അള്ളാഹു കാഫിറുകൾക്ക് ഹിദായത്ത് കൊടുക്കില്ലെന്ന് പറയുന്നു. അവ അള്ളാഹു ഉദ്ദേശിക്കുന്നവരല്ല. അള്ളാഹു അവർക്ക് ഹിദായത്ത് ഉദ്ദേശിക്കുന്നില്ല. എന്റെ കുഫർ, നിഷേധം എന്ന പണി അവർ തെരഞ്ഞെടുത്തവരാണ്. അതുകൊണ്ട് അള്ളാഹു ഹിദായത്ത് കൊടുക്കൂല. 2, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഫിസ്ഖ് ചെയ്യുന്ന ആളുകൾ, ഹിദായത്ത് എന്ന് പറയുന്നത് തന്നെ മുസ്ലിമായി കഴിഞ്ഞാൽ ഇസ്ലാമിൽ വന്നിട്ടുള്ള ആളുകൾക്ക് പോലും മറ്റൊരു ഹിദായത്ത് ലഭിക്കാനുണ്ട്. അതാണ് നമ്മൾ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നു. മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെയും അല്ലാഹു ഞങ്ങൾക്ക് ഹിദായത്ത് വേണം. എങ്ങനെയാണ് ഹിദായത്ത്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ നിഅമത്ത് കിട്ടിയ ആളുകളുടെ ആ ജീവിതം ഞങ്ങൾക്ക് ജീവിച്ചു കാണണം. അതൊരു ഹിദായത്താണ്. ആ ഹിദായത്ത് നമ്മ കൊടുക്കില്ല. ആർക്ക്? അൽ ഖൗമൽ ഫാസിഖീൻ, നിരന്തരമായി തിന്മ ചെയ്യുന്ന ആളുകൾക്ക്. അൽ മുഖീമു അലാ മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനെ തിന്മ ചെയ്യുന്നു എന്ന ഒരു പണി, ആ പണിയിൽ ഒരു മനുഷ്യൻ നിത്യമായി നിലനിന്നു പോയാൽ, ഒരിക്കൽ ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്തു, പശ്ചാത്തപിച്ചു മടങ്ങി, രണ്ടാമതും ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്തു, ഇവൻ ഇത് തന്നെ ഒരു പണിയാണ്. എപ്പോൾ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുക, തിന്മയിൽ നിരതമായി നിലകൊള്ളുക, അത് ഫാസിഖ് എന്ന് പറയും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോ ഹറാമിന്റെ ബിസിനസ്സുകൾ ചെയ്യുന്നത് ഫാസിഖ് എന്ന് പറയും. പലിശയുമായി ഇടപെടുന്ന ജോലികൾ, ഹലാലല്ലാത്ത ബിസിനസ്സുകൾ ചെയ്യുന്നത് ഫിസ്ഖാണ്. അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത് ഫിസ്ഖാണ്. നിസ്കാരം ഒരു കാരണവും കൂടാതെ, ഒരു അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റിയ ഒരു കാരണവും കൂടാതെ ഖളാ ആക്കുന്നത് ഫിസ്ഖാൻ. നിരന്തരം അങ്ങനെ ചെയ്യാൻ ഫാസിഖ് എന്ന് പറയാ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നുണ പറയാ, അങ്ങനെ നുണ പറയാ, എപ്പോഴെങ്കിലും നല്ല വാക്കിൽ എന്തായാലും ഒരു നുണ വരും. എന്ത് സംസാരിച്ചാലും അതിനുള്ളിൽ എന്തെങ്കിലും സംതിങ് ഫാബ്രിക്കേറ്റഡ് അവന്റെ വകയായിട്ടുണ്ടാവും. അത് നിരന്തരം അവന്റെ സ്വഭാവമാണ്. ഫാസിഖ് എന്ന് പറയും. നമ്മൾ വിചാരിക്കും കള്ളുകൂടിനെ മാത്രമേ ഫാസിഖ് എന്ന് പറയാൻ. അല്ല, അൽ മുഖീമു അലൽ മഅസിയ, തിന്മ നിരന്തരം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ ഹിദായത്ത് അവർക്ക് അല്ലാഹു നിഷേധിക്കുന്നു. എന്തേ? തിന്മയിൽ നിലനിൽക്കുക എന്ന പണി അവനായിട്ട് ചെയ്തതുകൊണ്ട് അല്ലാഹു നിഷേധിച്ചതാണ്. അല്ലാഹു നിഷേധിച്ചതല്ല. ആദ്യമേ അവനൊരു പണി ചെയ്തിട്ടുണ്ട്, അതിന്റെ മീതെയാണ് അല്ലാഹുവിന്റെ തീരുമാനം വന്നത്.
അവൻ ഫിസ്ക് ചെയ്തു, അല്ലാഹു തആല ഹിദായത്തിനെ എടുത്തു മാറ്റി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 3 സൂറത്ത് യൂസുഫിൽ അല്ലാഹു തആല പറയുന്നു, വഅന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ. വഞ്ചിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് അല്ലാഹു കൊടുക്കൂല. വഞ്ചന ചെയ്യുന്ന ആളുകൾ വഞ്ചിക്കുക. ഉലമാ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ചെയ്യുന്ന വഞ്ചനയിൽപ്പെട്ടതാണ് തർക്കുസ് സലാമി അലൽ അഅമ. കണ്ണ് കാണാത്ത ഒരാളിങ്ങനെ വരുമ്പോ അയാളോട് സലാം പറയാതെ അങ്ങോട്ട് പോയി. എന്തേ? ഞാൻ അയാളെ കാണുന്നില്ല, കാണുന്നു, അയാൾ എന്നെ കാണുന്നില്ലല്ലോ, അയാളോട് സലാം പറഞ്ഞില്ലെങ്കിലും അയാളത് അറിയാൻ പോകുന്നില്ല. അത് വഞ്ചനയാണ്. സുബ്ഹാനല്ലാഹ്. ആ പാവപ്പെട്ട മനുഷ്യനെ നിന്നെ കാണുന്നില്ല, പക്ഷേ നീ അയാളെ കാണുന്നു. ഒരു മുസ്ലിമായ മനുഷ്യനെ കാണുമ്പോ അയാളോട് സലാം പറയണ്ടേ? ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? എങ്ങനെ സലാം പറയും? അലാ മൻ അറഫ്. പരിചയമുള്ള ആൾക്കാരോട് മാത്രമേ അസ്സലാമു അലൈക്കും പറയുള്ളൂ, വേറെയുള്ളവരോട് പറയില്ല. അങ്ങനെയൊന്നുമില്ല. പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മുഅ്മിനീങ്ങളായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുന്ന തഹിയ്യത്താണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അതെന്തിനാ പിശുക്ക് കാണിക്കുന്നത്? അപ്പോ കണ്ണ് കാണാത്ത ഒരാളോട് സലാം പറയാതിരിക്കുന്നത് വഞ്ചനയാണ്. ഇന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ. വഞ്ചിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുകയില്ല. അപ്പൊ വഞ്ചന എന്ന പണി അവൻ ചെയ്തു, അതുകൊണ്ട് ഹിദായത്ത് കിട്ടൂല. അതാണ് യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. ഈ പ്രകാശത്തിന് മേൽ പ്രകാശം എന്ന് പറഞ്ഞ അങ്ങനെ കത്തിത്തിളങ്ങുന്ന ഒരു ഹിദായത്ത് എനിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ? ഈ പണികൾ നമ്മളിൽ ഉണ്ടോ ഇല്ലേ എന്ന് ആലോചിക്കുക. മദീനയിൽ അന്നൊരു മഴ പെയ്ത ദിവസം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി കച്ചവടക്കാരുടെ അടുത്തുകൂടെ അങ്ങ് നടന്നു പോവാൻ. അപ്പൊ ഒരാൾ ഒരു ഗോതമ്പത്തിന്റെ കൂനയാക്കി വെച്ച് ഗോതമ്പ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗം നല്ല ഉണങ്ങിയതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹാക്കിമാണ്. തങ്ങൾക്ക് അവിടുത്തെ വിഷയങ്ങൾ പരിശോധിക്കേണ്ടി വരും. തങ്ങളുടെ കൈയെന്ന് താഴ്ത്തിയിട്ടു. അതിലേക്ക് നോക്കുമ്പോൾ ഉള്ളിലൊക്കെ നനഞ്ഞതാണ്, മേലെ ഉണങ്ങിയതാണ്. ആ നേരം പറഞ്ഞ വാക്കാണ് മൻ ഗശ്ശനാ ഫലൈസ മിന്നാ. നമ്മെ വഞ്ചിക്കുന്ന ആളുകൾ നമ്മിൽ പെട്ടവനല്ല, മുസ്ലിമല്ല. മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്ന ആള് മുസ്ലിമല്ല. മൻ ഗശ്ശന, നമ്മെ വഞ്ചിക്കുന്നവൻ ഫലൈസ മിന്ന. ഇവന്റെ ഈ സാധനം കാണുമ്പോ നല്ല ഉണങ്ങിയ ഗോതമ്പാണെന്ന് പറഞ്ഞ് ഒരു സ്വാവോ 2 സ്വാവോ അന്നത്തെ കണക്കിൽ വാങ്ങിപ്പോകുന്ന മനുഷ്യന് നനഞ്ഞതാ കൊടുക്കുന്നത്. ഈ സാധു അറിയുന്നില്ല ഇതിന്റെ താഴെ കിടക്കുന്ന നനഞ്ഞതാണ്. അപ്പൊ മേലൊക്കെ നല്ലത് വെക്കുക, അടിയിൽ പഴയത് വെക്കുക. എന്നിട്ട് കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നു. ഖിയാനത്താണ്, വഞ്ചനയാണ്. നമ്മളെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബൈഅ ചെയ്യുന്നവരാ. ഇൻഷാ അല്ലാഹ് അത് വരാനുണ്ട്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ബൈഅ വിൽക്കണ വാക്കിന്റെ അർത്ഥം വിൽപ്പന. അവിടെ വാങ്ങലുണ്ടല്ലോ, അത് അല്ലാഹു പറഞ്ഞിട്ടില്ല. വിൽപ്പനയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്തേ അങ്ങനെ വാങ്ങലിനെ സംബന്ധിച്ച് പറയാത്തത്? വിൽപ്പന അവർക്ക് തടസ്സമല്ല അല്ലാഹുവിനെ ഓർക്കാൻ. അതവർ സൂറത്തുൽ ജുമുഅയിൽ സമാനമായ ഒരു ആയത്ത് വരുന്നു അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. ജുമാക്ക് വാങ്ങി വിളിച്ചാൽ കച്ചവടം നിർത്തിയിട്ട് ജുമാക്ക് പോയിക്കോ. പക്ഷെ കച്ചവടത്തിന് അവിടെ ഉപയോഗിച്ച വാക്കെന്താണ്? ബൈഅ, വിൽക്കൽ എന്നാണ്. ഒരാൾക്ക് പോയി വാങ്ങാൻ പറ്റുമോ എന്നവിടെ ചർച്ചയുണ്ട്. എന്താണ് പറഞ്ഞത്? എന്തേ അല്ലാഹു വാങ്ങൽ പറയാതെ വിൽക്കൽ പറയാൻ കാരണം? മനുഷ്യന്റെ ചിന്തയിൽ അധികവും എനിക്ക് വല്ലതും കിട്ടണം എന്നതാ മനുഷ്യന്റെ ചിന്ത എന്നാണ്. വിറ്റാനല്ലേ ഇവന് വല്ലതും കിട്ടുള്ളൂ. വാങ്ങിക്കാൻ പൈസ വേണം അല്ലേ? വാങ്ങിക്കണമെങ്കിൽ ഒരു ആവശ്യം വേണം. പക്ഷെ വിൽക്കുന്നവനവൻ എന്തായാലും എന്റെ അടുത്ത് വാങ്ങിയാൽ എനിക്ക് പൈസ കിട്ടുമല്ലോ. വിൽക്കലാണ് ആ കച്ചവടക്കാരന്റെ ആവശ്യം. വാങ്ങുന്നവൻ ആവശ്യത്തിന് വാങ്ങട്ടെ, അനാവശ്യത്തിന് വാങ്ങട്ടെ, പ്രശ്നമല്ല, എനിക്ക് കാശ് കിട്ടണം അല്ലെ? അല്ലാഹു തആല അതുകൊണ്ട് ബൈഅ എന്ന് പറയാൻ കാരണം. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കച്ചവടം ചെയ്യുന്നവരാ, ഒന്നിന് പകരം പൈസയായി സ്വീകരിക്കുന്നവരാണ്. നമ്മുടെ ജോലികൾ അങ്ങനെയാണ്, ബിസിനസ്സുകൾ അങ്ങനെയാണ്. വഞ്ചന ഭയങ്കരമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒറിജിനൽ സാധനങ്ങൾ ഒറിജിനലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്നെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇത് മെയ്ഡ് ഇൻ ചൈനയാണോ കൊറിയാണോ ജപ്പാനാണോ എന്ന് ചോദിച്ചാൽ ആർക്കാ അറിയാത്തത്? സാധനങ്ങളൊക്കെ ചൈനയിലല്ലേ വരുന്നുള്ളൂ മാർക്കറ്റിൽ.
നബിൻ അതന്നെ പറഞ്ഞാൽ മതി, ഇത് മെയ്ഡ് ഇൻ ചൈന, ഇതിന്റെ ക്വാളിറ്റി സോ ആൻഡ് സോ എന്നല്ലാതെ നിന്റെ വകയായിട്ട് സ്റ്റിക്കർ ഒട്ടിക്കല്ല. അത് ഖിയാനത്താണ്, വഞ്ചനയാണ്. ഹക്ക് ഹക്കായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുക, അതാണ് നല്ല ഹിമ്മത്ത്. എന്താ കൂലി? കച്ചവടക്കാരുടെ കൂലി എത്രയാണെന്നറിയോ? യുഹ്ശറു മഅൽ അംബിയാ, അല്ലാഹുവിന്റെ അംബിയാക്കന്മാരുടെ കൂടെ ഇരിക്കാൻ പറ്റും. നാളെ ആഖിറത്തിലെ സെലിബ്രിറ്റികളാണ് അല്ലാഹുവിന്റെ അംബിയാക്കന്മാർ. ഇവിടല്ലേ മൂവി സ്റ്റാറുകളൊക്കെ സെലിബ്രിറ്റികളാവുക. ആഖിറത്തിലെ സെലിബ്രിറ്റികൾ ആരാ? സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാക്കന്മാർ അവിടുത്തെ സെലിബ്രിറ്റികളാണ്. അവരുടെ കൂടെ ഇരിക്കാൻ, അല്ല ഇവിടുത്തെ സെലിബ്രിറ്റികളെ കാണാൻ ഒരു 4 നാഴിക 100 നാഴിക അപ്പുറം വരാന്തകളിൽ ഇരിക്കാൻ, ഗാലറികളിൽ ഇരിക്കാൻ 1000 2000 കൊടുത്ത് നമ്മുടെ മലയാളികൾ യാത്ര പോകുന്നത് സ്റ്റേഡിയങ്ങളിലേക്ക്, അല്ലേ? അംബിയാഇന്റെ കൂടെ ഇരിക്കാൻ ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞവരാരാണ്? അത്തുജാർ, കച്ചവടക്കാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആർക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല. കച്ചവടക്കാരിൽ സത്യസന്ധന്മാർ നാളെ അംബിയാഇന്റെ കൂടെ ഇരിക്കുന്നവരാണ്, സെലിബ്രിറ്റികളുടെ കൂടെ ഇരിക്കുന്നവരാണ്. എന്തേ കാരണം? ഭയങ്കര അധ്വാനമാണ്. അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നല്ലാഹ വഅന്നല്ലാഹ ലാ യഹ്ദീ കൈദൽ ഖായിനീൻ, വഞ്ചിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് അല്ലാഹു നിഷേധിക്കുന്നുണ്ട്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഖിയാനത്ത് എല്ലാ രീതിയിലും ഉണ്ട് കേട്ടോ, നമ്മളിത് മനസ്സിലാക്കണം. വഞ്ചിക്കരുത്. ആളുകളോട് പറയുന്ന വാക്കുകളിൽ വഞ്ചന വരരുത്, നുണ വരരുത്. ജീവിതവുമായി ബന്ധപ്പെടുത്തതൊക്കെ ഒരാളെ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എത്തിയ സ്ഥലം കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. അബുദാബിയിലേക്ക് വരുന്ന ആളാണ്, ഞാനിപ്പോ ഷഹാമത്തി, എവിടെ ജബലിൽ വരെ എത്തിയിട്ടുണ്ടാവില്ല, ദുബൈയിൽ നിന്ന് പുറപ്പെട്ടിട്ട് പറയും ഷഹാമത്തി, എന്നിട്ട് നുണ പറയാ. ആ എത്തിയ സ്ഥലം പറഞ്ഞാൽ പോരെ? ഷാർജക്കാർക്കൊക്കെ സ്ഥിരം ഒരു വാക്കുണ്ട്, അൽമുല്ല. ദുബൈയിൽ നിന്ന് വിട്ടാലും അൽമുല്ല, ഷാർജയിൽ നിന്ന് വിട്ടാലും അൽമുല്ല. അൽമുല്ലന്റെ അവിടെ എത്തി, അൽമുല്ല കഴിഞ്ഞു. എന്ത് അൽമുല്ല? റോളിൽ നിന്ന് വിട്ടിട്ടുണ്ടാവില്ല, എന്നാലും പറയാം. അങ്ങനെ നുണയാണ്, വഞ്ചനയാണ്. വഞ്ചന പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കബീറത്താണെന്ന് പറഞ്ഞാൽ നീ ഒരാളോടൊരു കാര്യം പറയാൻ, അയാൾ നീ പറഞ്ഞത് വിശ്വസിക്കും, നീ പറയണ ആൾ ശരിക്കും വിശ്വസിക്കുന്നു, പക്ഷേ നീ പറയുന്നത് നുണയാണ്. ആ പാവത് വിശ്വസിക്കുന്നു. ഇത് ഏറ്റവും വലിയ വഞ്ചനയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധനങ്ങളുടെ വില പറയുമ്പോൾ അങ്ങനെയാ പറയേണ്ടത്. 10 റുപ്യയുടെ സാധനം കച്ചവടത്തിന് ചെല്ലുമ്പോ, വാങ്ങിക്കാൻ ചെല്ലുമ്പോ നമ്മൾ പറയും, കച്ചവടക്കാരൻ നമ്മളോട് പറയും, ഉസ്താദേ നിങ്ങളായതുകൊണ്ട് 12 റുപ്യക്ക് തരാം, 10 റുപ്യ നമ്മുടെ മുതലാണ്. അത് ശിഷ്യൻ വന്നാൽ ശിഷ്യനോട് തന്നെ പറയാം, ഉസ്താദിനോട് തന്നെ പറയാം, വേറെ ആളോട് തന്നെ ഉപരി പറയാം. നിങ്ങളായിട്ട് ഇവിടെ ഒരു പരിചയം ഉണ്ടാവില്ല. ഈ പറയുന്നതിൽ നുണ വരും. ഈ 10 റുപ്യ മുതലുണ്ട്, 2 ലാഭമുള്ളൂ, കറണ്ട് വെള്ളം വാടകയും കൊടുക്കണ്ടേ, എന്താ അബുദാബിയിലെ റെന്റ് ഒക്കെ പറഞ്ഞു, ശരിയാ. പക്ഷെ നിനക്ക് 10 റുപ്യ വില ഉണ്ടെങ്കിൽ മാത്രം ഇത് പറഞ്ഞാൽ മതി. നിനക്കത് 8 റുപ്യ വില ഉള്ളൂ, പിന്നെ എന്തിനാ 10 എന്ന് പറയുന്നത്? അത് വഞ്ചനയാണ്, കദിബാണ്, ഖിയാനത്താണ്. അപ്പോ നമ്മൾ നിസ്സാരമായി നമ്മൾ ഈ വിഷയങ്ങളൊക്കെ വളരെ ലാഘവത്തിലാക്കാണ്. അതിലിപ്പോ എന്താ വലിയ വിഷയമുണ്ടോ? ഉണ്ട്. അത് അള്ളാഹുവിന്റെ അടുത്ത് ഗൗരവമാണ്. ഹിദായത്ത് നിഷേധിക്കപ്പെടുമെന്നാണ് വഞ്ചിക്കുന്ന ആളുകൾ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞ തന്നെ നുണ പറയുന്ന ആളുകൾ, നന്ദികേട് ചെയ്യുന്ന ആളുകൾ, ഇവർക്കും ഹിദായത്ത് അള്ളാഹു നിഷേധിക്കും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കിട്ടുള്ളൂ, ഇവർക്കൊന്നും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. നുണ പറയുന്ന ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നില്ല. നുണ പറയുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നുണ പറയാന്ന് മാത്രമല്ല, നുണ എഴുതി വെക്കുന്നതും ഒരുപോലെയാണ്. ഏതൊരു കാര്യം പറയാൻ പറ്റില്ലയോ അത് എഴുതി വെക്കുന്നത്, രേഖയുണ്ടാക്കുന്നത് നുണ തന്നെയാണ്. ഏതെന്ന് പറയുന്നത് കളവാണോ അത് എഴുതുന്നതും കളവ് തന്നെയാണ്. അത് ടെക്സ്റ്റ് ചെയ്യുന്നതും കളവാണ്. അത് എങ്ങനെ നമ്മൾ ഒരാളിലേക്ക് കൺവേ ചെയ്യുന്നുണ്ടോ അതൊക്കെ കളവ് തന്നെയാണ്. കളവുകൾ സൂക്ഷിക്കണം. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനായ മനുഷ്യനിൽ കളവ് വരാൻ പാടില്ല. അത് ഭയങ്കര കുറ്റകരമാണ്. കളവ് മുഅ്മിനായ മനുഷ്യന് വരൂല എന്നാണ്. മുഅ്മിൻ എന്തോ ആകട്ടെ, പക്ഷേ മുഅ്മിനായ മനുഷ്യൻ ലാ യകൂനു കാദിബ, അവൻ നുണ പറയുന്നവനാകില്ല എന്നാണ്.
പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ ഒരു കാര്യം കൂടെ പറയുന്നു, ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹി ലാ യഹ്ദീഹിമുല്ലാഹ്. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യൻ അല്ലാഹു തആല ഹിദായത്ത് നൽകുന്നില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമില്ലാത്തവൻ, ആയാത്ത് എന്ന് പ്രത്യക്ഷമായി എടുത്താൽ ഖുർആനിന്റെ എല്ലാ സൂക്തങ്ങളും ദൃഷ്ടാന്തങ്ങളാണ്, ആയത്തുകളാണ്. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഞാൻ വിശ്വസിക്കൂല, അള്ളാഹുവിന്റെ നിയമം അത് എനിക്ക് ബാധകമല്ല, അള്ളാഹുവിന്റെ നിയമങ്ങൾ അത് എന്നെ ബാധിക്കുന്നില്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നിഷേധിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ അല്ലാഹു തആല ആർക്ക് നൽകുന്നു ആർക്ക് നൽകുന്നില്ല എന്ന് വ്യക്തമാക്കി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇത്തരം ആളുകൾ നമ്മളിവിടെ ചർച്ച ചെയ്തത് ഹിദായത്ത് നിഷേധിക്കപ്പെടുന്നവരാണ്. അത് നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു തആല ഹിദായത്തിന്റെ കാരണങ്ങളും അതിന്റെ അടയാളങ്ങളുമായി പറഞ്ഞ ഒത്തിരി വിഷയങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് ജീവിതത്തിലേക്ക് പകർത്തുക. നമുക്ക് ഹിദായത്ത് അല്ലാഹു അടിയുറപ്പിച്ച് നിർത്തിത്തരുമാറാകട്ടെ. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീ ബുയൂതിൻ അദിന അല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവി വൽ ആസ്വാൽ. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. في بيوت ചില ഭവനങ്ങളിൽ, അല്ലാഹുവിന്റെ മസ്ജിദുകൾ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഭവനങ്ങളിൽ എന്ത്? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. അല്ലാഹു ആകാശലോകങ്ങളുടെ പ്രകാശത്തിന്റെ ദാതാവാണ്. അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ ഉദാഹരണം കമിസ്കാത്തിൻ, ഒരു വിളക്കുമാടം പോലെ. എന്നിട്ടെങ്ങനെ വിശദീകരിച്ചു? ഫീ ബുയൂത്തിൻ, ആ വിളക്കുമാടം വെച്ചത് എവിടെയാണ്? അല്ലാഹുവിന്റെ പള്ളികളിൽ, അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ. അതിനല്ലാഹ്, അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു. ശറഅ വഹകമ എന്നാണ് അവിടെ അതിന എന്ന വാക്കിനർത്ഥം. അല്ലാഹുവിന്റെ ഉത്തരവുണ്ട്. എന്ത്? അൻ തുർഫഅ, പള്ളികൾ ഉയർത്തി കെട്ടപ്പെടണം, പള്ളികൾ ഉയർത്തപ്പെടണം. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പടവുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നേരം. അപ്പോ പള്ളി ഉയർന്ന കെട്ടിടങ്ങളാകണം എന്ന് ഇതിൽ സൂചനയുണ്ടെന്ന് ഉലമാ പഠിപ്പിക്കുന്നു. നമ്മുടെ ഇസ്ലാമിക ലോകത്ത് മിനാരങ്ങളുടെ ആ ഒരു കൺസെപ്റ്റ്, മിനാരങ്ങൾ എന്ന് പറയുന്നത് മനാറാത്ത്, വിളക്കുമാടങ്ങളോ വെളിച്ചം നൽകപ്പെടുന്ന സ്ഥലങ്ങളോ മുഅദ്ദിനിന് കയറി നിന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള സ്ഥലങ്ങളോ ഒക്കെയാണ്. അതോടൊപ്പം തന്നെ ആ പള്ളിയുടെ റഫ്അ്, പള്ളി ഉയർന്നു വരിക എന്ന പള്ളിയുടെ ഒരു എടുപ്പിന്റെ ഉയർച്ച അതിലൂടെ കിട്ടുന്നുണ്ട്. മിനാരം ആ പള്ളിയുടെ ഭാഗമാണത്, അത് ഉയർന്നു കിടക്കുകയാണ്. അൻതുർഫ. അതുകൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെ അല്ലെ, നമ്മുടെ മഹല്ലുകളിലൊക്കെ അവിടുത്തെ ഏറ്റവും വലിയ വീട് അവിടുത്തെ പള്ളികളായിരുന്ന കാലം ഒക്കെ മാറിപ്പോ. ശരിക്കും അൻതുർഫ, പള്ളികളാണ് ഉയർത്തപ്പെടേണ്ടത്, പള്ളികൾ ഉയർത്തപ്പെടണം. വയുദ്കറ ഫീഹാ ഇസ്മുഹു, ഇൻഷാ അല്ലാഹ് വഴിയെ വിഷയങ്ങൾ ചർച്ച വരുന്നുണ്ട്. പള്ളികൾ മൂടി പിടിക്കപ്പെടാൻ പറ്റുമോ, പള്ളികളിലേക്ക് ആർഭാടങ്ങൾ പറ്റുമോ, എന്തൊക്കെയാണ് അതിന്റെ മസ്അലകൾ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം. യുദ്കറ ഫീഹാ ഇസ്മുഹു, അവിടെ അല്ലാഹുവിന്റെ നാമം ഉയർത്തപ്പെടണം, സ്മരിക്കപ്പെടണം. യുസബ്ബിഹു ലഹു ഫീഹാ, അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് അവിടെ. തസ്ബീഹ്, ഖുർആനിലെ തസ്ബീഹിന്റെ അർത്ഥം അസ്സലാഹ്, നിസ്കാരമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇവിടുത്തെ പ്രബലമായ അഭിപ്രായം അതാണ്. അവിടെ നിസ്കരിക്കുന്നുണ്ട്. ബിൽ ഗുദുവി, രാവിലെ, വൽ ആസാലി, വൈകുന്നേരങ്ങളിലും.
പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്നല്ല പ്രയോഗം, പ്രഭാതത്തിലും പ്രദോഷങ്ങളിലും. ഋതുവ് എന്നത് സിംഗുലറാണ്, മുഫ്രദാണ്, ഒന്ന് പ്രഭാതം. ആസ്വാൽ വൈകുന്നേരങ്ങൾ എന്നാണ്. മഹാനായ ഖുർത്തുബി റളിയല്ലാഹു അൻഹു ജാമിഉ അഹ്കാമിൽ ഖുർആനിൽ തഫ്സീർ ചെയ്തപ്പോൾ പറഞ്ഞു, 5 നേരത്തെ നിസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന സമയമാണ് ഈ പറയുന്നത്. പ്രഭാതം ഒന്നേ പറഞ്ഞുള്ളൂ, പ്രഭാത നിസ്കാരം ഒന്നേ ഉള്ളൂ, സുബ്ഹി നിസ്കാരം. വൽ ആസാൽ പിന്നെ വൈകുന്നേരങ്ങളാണ്. വൈകുന്നേരങ്ങളിൽ വരുന്ന 2, പകലിൽ ബാധിക്കുന്ന 2 ളുഹർ അസർ, അതിന്റെ ഈവനിങ്ങിൽ ബാധിക്കുന്ന 2 മഗ്രിബ് ഇശ, ഈ 4 വരുന്നത് ആസാൽ എന്ന് പറഞ്ഞ ബഹുവചനത്തിന്റെ ഉള്ളിലാണ്. അപ്പോ നിസ്കാരം നിലനിർത്തുന്നവർ, തസ്ബീഹ് ചൊല്ലുക, ദിക്ർ ചൊല്ലുക എന്നൊക്കെ അവിടെ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രബലമായ അർത്ഥം അവിടെ നിസ്കാരം നിലനിർത്തുന്നു രാവിലെയും വൈകുന്നേരങ്ങളിലും. റിജാലുൻ ചില പുരുഷന്മാർ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഅ, കച്ചവടമോ, തിജാറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കച്ചവടം, അതിൽപ്പെട്ട് ബൈഉം ശിറാഉം നടക്കുമ്പോഴാണ് തിജാറത്താവുക. ബൈ എന്ന് പറഞ്ഞാൽ വിൽക്കുക, ബാഅ യബീഉ ബൈഅൻ, വിൽക്കുക അല്ലേ. ശറാ യശ്രി, ഇശ്തറാ യശ്തരി, വാങ്ങിക്കുക. ഷിറാഉം ബൈഉം നടക്കുമ്പോഴാണ് കച്ചവടം ഉണ്ടാവുക. പക്ഷേ അല്ലാഹു തആല പറഞ്ഞു, കച്ചവടവും വലാ ബൈഉൻ, ഒരു തരത്തിലുള്ള വിൽപ്പനയും അവരെ തടസ്സപ്പെടുത്തില്ല. അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന്. പള്ളിയിൽ വരുമ്പോ തടസ്സം വരൂല എന്നാണോ അതിന്റെ അർത്ഥം? അതല്ല, ഇവർ കച്ചവടക്കാരാണ്. പക്ഷേ അവരുടെ കച്ചവടങ്ങളിൽ അവർ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. വിൽക്കുമ്പോ അള്ളാഹിനെ ഓർക്കുന്നവരാണ്, വാങ്ങിക്കുമ്പോ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്, ബിസിനസ് ചെയ്യുമ്പോ അള്ളാഹുവിനെ ഓർക്കുന്ന കച്ചവടക്കാർ. അത്തരം ആളുകൾ കയറിയിരിക്കുന്ന പള്ളി. സുബ്ഹാനല്ലാഹ്. അപ്പോ കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള ഒരു ഇത് അവരെ തന്നെ പറ്റിയാണെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോ കച്ചവടം നിർത്തിവെച്ചിട്ട് നിസ്കരിക്കാൻ പോകുന്ന കച്ചവടക്കാരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഖുർആനിൽ ഓരോ ആളുകൾക്ക് എടുക്കാനും ഖുർആനിൽ ഓരോ ഭാഗം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് ഒരുപാട് മസലകൾ, അവർക്ക് കിട്ടുന്ന ഒരുപാട് പ്രതിഫലം. ശുഹദാഇന് അങ്ങനെ, കുട്ടികൾക്ക് അങ്ങനെ, യതീമുകൾക്ക് അങ്ങനെ, കച്ചവടക്കാർക്ക്, അമ്പിയാക്കന്മാർക്ക്, ശുഹദാഇന്, ഔലിയാഇന്, മുസല്ലീൻ, സകാത്ത് കൊടുക്കുന്നവർക്ക്, സ്വതക്ക ചെയ്യുന്നവർക്ക്, ഹജ്ജിന് പോകുന്നവർക്ക്, അള്ളാഹുവിന്റെ മശായിറുകളെ ബഹുമാനിക്കുന്നവർക്ക്, ഓരോരുത്തർക്കും ഓഹരി കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നത് കച്ചവടക്കാർക്കുള്ള ഭാഗമാണ്. അള്ളാഹുവിന് കച്ചവടങ്ങൾ തടസ്സമാകാതെ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി വരുന്നവർ, കച്ചവടങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുന്നവർ. സകാത്ത് കൊടുക്കാനും നിസ്കാരം നിലനിർത്താനും അവർക്ക് ഒന്നും തടസ്സമല്ല, അവരുടെ കച്ചവടമോ വിൽപ്പനയോ. യഖാഫൂന യൗമൻ, ഒരു ദിവസത്തെക്കുറിച്ച് അവർ പേടിയിലാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ, ആ ദിവസം ഹൃദയങ്ങളും കണ്ണുകളും കീഴ്മയിൽ മറിയുന്ന ദിവസമാണ്, വെപ്രാളപ്പെടുന്ന ദിവസമാണ്. മനുഷ്യൻ പേടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് ചിന്തിച്ച് അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടുന്ന ചില ആളുകൾ, അവർ വന്നിരിക്കുന്ന പള്ളികൾ, ആ പള്ളികളിൽ കത്തിക്കപ്പെടുന്ന വിളക്കുമാടം പോലെയാണ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനു മേൽ പ്രകാശമെന്ന അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ ഉദാഹരണം ആ ആയത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആശയം നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ അഹബ്ബല്ലാഹ അസ്സ വജല്ല ഫൽയുഹിബ്ബനി, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിനെ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫൽയുഹിബ്ബനി, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം. യാ അല്ലാഹ്. വമൻ അഹബ്ബനി, ആര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഫൽയുഹിബ്ബ അസ്ഹാബി, എന്റെ സ്വഹാബത്തുകൾ, എന്റെ സ്വഹാബത്തിനെ അവർ സ്നേഹിക്കണം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കണം, എന്നെ സ്നേഹിക്കുന്നവർ എന്റെ സ്വഹാബത്തിനെ സ്നേഹിക്കണം. വമൻ അഹബ്ബ അസ്ഹാബി, എന്റെ സ്വഹാബത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഹബ്ബ് വെക്കുന്നുണ്ടെങ്കിൽ, ഫൽയുഹിബ്ബൽ ഖുർആൻ, ഖുർആനിനോട് ഹബ്ബ് വെക്കണം. കാരണം അത് നമ്മിലേക്ക് പകർന്നു കിട്ടാൻ കാരണക്കാർ സ്വഹാബികളാണ്. വമൻ അഹബ്ബൽ ഖുർആൻ, ഖുർആനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഫൽയുഹിബ്ബൽ മസാജിദ്, അല്ലാഹുവിന്റെ പള്ളികളോട് സ്നേഹം വേണം, പള്ളികളോട് ഹുബ്ബ് വെക്കണം. ഫൽയുഹിബ്ബൽ മസാജിദ് ഫഇന്നഹാ അസ്നിയത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഇടങ്ങളാണ്, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ്. അബ്നിയതുഹു, അതിനല്ലാഹു ഫീ റഫ്ഇഹാ, ഉയർത്തപ്പെടണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ള അവന്റെ ഭവനങ്ങളാണ്. വബാറക ഫീഹാ, പള്ളികളിൽ ബറക്കത്തുണ്ട്.
മൈമൂനത്തുൻ അത് ബറക്കത്തുള്ളതാണ്, മൈമൂനുൻ അഹ്ലുഹാ പള്ളിയിലേക്ക് ചെല്ലുന്നവർക്ക് ബറക്കത്തുണ്ട്, മഹ്ഫൂദത്തുൻ സംരക്ഷിക്കപ്പെടുന്നതാണ്, മഹ്ഫൂദുൻ അഹ്ലുഹാ ആ പള്ളിയുടെ ആളുകൾക്ക് അല്ലാഹു സംരക്ഷണം കൊടുക്കുന്നതാണ്. ഹും ഫീ സ്വലാത്തിഹിം അവരവരുടെ നിസ്കാരത്തിലായിരിക്കുമ്പോൾ വല്ലാഹു അസ്സ വജല്ല ഫീ ഹവായിജിഹിം അവരുടെ ആവശ്യങ്ങൾ അല്ലാഹു നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പള്ളിയിലേക്ക് പോകുമ്പോ ആ സമയത്ത് നമുക്ക് മൈഷത്തോ ദുന്യാവിന്റെ എന്തെങ്കിലും കച്ചവടമോ ബിസിനസ്സോ, ഒരു കസ്റ്റമർ വരുന്നത് നഷ്ടപ്പെടുമല്ലോ, ഇന്നാലിന്റെ ക്ലയൻസ് വരുന്ന നഷ്ടപ്പെടുമല്ലോ, ഒരു ബിസിനസ് മീറ്റിംഗ്, നിനക്ക് എന്ത് നഷ്ടമാണോ നിന്റെ ഹാജത്തുകൾ നിന്റെ ആവശ്യങ്ങൾ അല്ലാഹു നിർവഹിച്ചെന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോ? നീ നിസ്കാരത്തിലായിരിക്കുമ്പോ. ഹും ഫീ മസാജിദിഹിം അവര് പള്ളിയിലിരിക്കുകയാണ്, വല്ലാഹു മിൻ വറാഇഹിം അവർക്ക് പിന്നിലായി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അല്ലാഹു ഉണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പള്ളിയിലേക്ക് പോകുന്ന ഒരു സമയം നഷ്ടമായി കാണരുത് എന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയൊരു ഹദീസ് നമുക്ക് ആവശ്യമില്ല. ഒന്നുകൂടെ പറയുന്നു, മൻ അഹബ്ബല്ലാഹ് അല്ലാഹുവിനെ സ്നേഹിക്കുന്നവൻ ഫൽയുഹിബ്ബനി എന്നോട് ഹുബ്ബ് വെക്കണം എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തോട് ഹുബ്ബുള്ളവർ ഫൽയുഹിബ്ബ അസ്ഹാബി എന്റെ സഹാബത്തിനെ സ്നേഹിക്കണം, എന്റെ സഹാബത്തിനെ സ്നേഹിക്കുന്നവർ ഫൽയുഹിബ്ബൽ ഖുർആൻ ഖുർആനെ സ്നേഹിക്കണം. വമൻ അഹബ്ബൽ ഖുർആൻ ഖുർആനെ സ്നേഹിക്കുന്നവർ ഫൽയുഹിബ്ബൽ മസാജിദ് പള്ളികളെ അല്ലാഹുവിന്റെ മസ്ജിദുകളെ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ ഓതപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഇടങ്ങളാണ് അല്ലാഹുവിന്റെ മസ്ജിദുകൾ. ഫഇന്നഹാ അസ്നിയത്തുല്ലാഹ് അല്ലാഹുവിന്റെ ഇടങ്ങളാണ്. അസ്നിയ അബ്നിയതുഹു അദിനല്ലാഹു ഫീ റഫഇഹാ ഉയർത്തണമെന്ന് അല്ലാഹു പറഞ്ഞ റബ്ബിന്റെ ഭവനങ്ങളാണ്. വബാറക ഫീഹാ അവിടെ ബറക്കത്തുണ്ട്. മൈമൂനത്തുൻ വമൈമൂനുൻ അഹ്ലുഹാ അവിടെ ചെന്നിരിക്കുന്ന ആളുകൾക്ക് ബറക്കത്തും അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ബറക്കത്തുണ്ട്. മഹ്ഫൂദ പള്ളികൾ സംരക്ഷിക്കപ്പെടും, വമഹ്ഫൂദുൻ അഹ്ലുഹാ അതിന്റെ ആളുകളും സംരക്ഷിക്കപ്പെടും. ഹും ഫീ സ്വലാത്തിഹിം അവർ നിസ്കരിക്കുമ്പോൾ വല്ലാഹു അസ്സ വജല്ല ഫീ ഹവായിജിഹിം അല്ലാഹു അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്, അവരുടെ കച്ചവടം, അവരുടെ ജോലി ഇതൊക്കെ അല്ലാഹു നോക്കുന്നു. എപ്പോ? അവർ അല്ലാഹുവിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ. ഹും ഫീ മസാജിദിഹിം വല്ലാഹു മിൻ വറാഇഹിം അവർ പള്ളികളായിരിക്കുമ്പോ അല്ലാഹു അവർക്ക് പിന്നിലായി അവരുടെ വിഷയങ്ങളിൽ അല്ലാഹു ഉണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് മഹാനായ സഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനല്ലാഹു അൻ തുർഫഅ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞു അല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കഅബയെ ഉയർത്തി എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് പള്ളികൾ എടുക്കപ്പെടണം, ഉയർത്തപ്പെടണം അല്ലേ. അല്ലാഹുവിന് വേണ്ടി എടുത്ത പള്ളിയാണ് കഅബ. അല്ലാഹു എടുത്ത പള്ളിയാണ്, അല്ലാഹുവിന്റെ പള്ളിയാണ് കഅബ. ആ പള്ളിക്ക് ഖിബലയായി അല്ലാഹുവിന്റെ സൃഷ്ടികൾ അല്ലാഹുവിന് വേണ്ടി എടുക്കുന്ന വീടുകളാണ് നമ്മൾ ഉണ്ടാക്കുന്ന മസ്ജിദുകൾ. കഅബ അല്ലാഹു എടുത്ത പള്ളിയാണ്. അല്ലാഹു ഇവിടെ പള്ളി പണിയണമെന്ന് നിർദ്ദേശിച്ച് സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനോട് മലക്കുകളോട് ഉത്തരവ് ചെയ്ത് അല്ലാഹു തആല നിർണയിച്ച് തെരഞ്ഞെടുത്ത സ്ഥലമാണ് മക്ക. അവിടെയാണ് കഅബ പണിതിട്ടുള്ളത്. അത് അല്ലാഹുവിന്റെ പള്ളിയാണ്. ലോകത്തുള്ളതെല്ലാം അല്ലാഹുവിന്റെ പള്ളി തന്നെയല്ലേ, അല്ലാഹുവിന്റെ പള്ളി തന്നെ. പക്ഷെ മക്കത്തേത് അല്ലാഹു തെരഞ്ഞെടുത്തതാണ്, ഭൂമിയിലുള്ളത് മനുഷ്യന്മാർ അല്ലാഹുവിന് വേണ്ടി തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് മനുഷ്യന്മാർ തെരഞ്ഞെടുത്ത പള്ളി അല്ലാഹു തെരഞ്ഞെടുത്ത പള്ളിയിലേക്ക് തിരിച്ചു നിർത്തണം. നിസ്കാരത്തിന്റെ ഖിബല അല്ലാഹുവിന്റെ പള്ളിയാണ്, കഅബയാണ്. സുബ്ഹാനല്ലാഹ്. മൻ ബനാ മസ്ജിദൻ മിൻ മാലിഹി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ് ആരെങ്കിലും അവനവന്റെ സമ്പത്തിൽ നിന്നൊരു പള്ളി ഉണ്ടാക്കിയാൽ അല്ലാഹു തആല അവർക്ക് ബൈതൻ ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു വീട് പണിതു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഹദീസ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. വലൗ കമഫ്ഹസി ഫതാ ഒരു കാടപ്പക്ഷിക്ക് ഇരിക്കാവുന്ന അത്ര സ്ഥലേ പള്ളിയായിട്ട് ഉണ്ടാക്കിയുള്ളൂ എങ്കിലും പള്ളി എന്ന് പറയുന്നത് വഖഫ് ചെയ്യുന്നതാണ് പള്ളി. ഇത് പള്ളിയാണ്. നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മൾ റൂം നിസ്കരിക്കാനൊരു ഇടമായി വീട് പണിയുമ്പോൾ ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് മുസല്ലയാണ്. അതെങ്ങാനും നമ്മൾ പള്ളിയായിട്ട് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈദുള്ളവർ അങ്ങോട്ട് കടക്കാൻ പാടില്ല, ജനാബത്തുള്ളവർക്ക് അവിടെ നിൽക്കാൻ പാടില്ല. പള്ളിയുടെ ആദാബുകൾ അവിടെ പാലിക്കേണ്ടി വരും.
അല്ലെങ്കിൽ നിസ്കരിക്കാൻ ശുദ്ധിയുള്ള ഒരു സ്ഥലമാണ്, പക്ഷെ അവിടെ ഇത്തികാഫിന്റെ കൂലിയില്ല, അവിടെ തഹിയ്യത്തിന്റെ സുന്നത്തില്ല, നിസ്കരിക്കുന്ന ഒരു മുസല്ലയാണ്. പക്ഷെ പള്ളി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇത് പള്ളിയാണ്, അവിടെ മറ്റൊന്നും പിന്നെ പാടില്ല. പള്ളി എടുത്തു കഴിഞ്ഞാൽ 7 ആകാശം വരെ അത് പള്ളിയാണ്, അതിന്റെ മേലേക്ക് പിന്നെ ഒന്നും എടുക്കാൻ പാടില്ല. മൾട്ടിപ്പിൾ സ്റ്റോറി ബിൽഡിംഗുകൾ ഉണ്ടാകുമ്പോ താഴത്തെ നില പള്ളി, മേലെ ഓഫീസ്, അത് പറ്റില്ല. പള്ളി ഏറ്റവും മുകളിലാക്കാം, അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനും പള്ളിയാണ്, താഴെ ഓഫീസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥയാണെങ്കിൽ. പക്ഷെ താഴെ പള്ളി, മേലെ ഓഫീസ് പറ്റില്ല. പള്ളി എടുത്തു കഴിഞ്ഞാൽ, പള്ളിയായിട്ട് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മേൽഭാഗം മുഴുവനും പിന്നെ പള്ളിയാണ്. അവിടെ പിന്നെ കാഫിർ പ്രവേശിക്കാൻ പാടില്ല, ജനാബത്തുള്ള ആളുകൾ പ്രവേശിക്കാൻ പാടില്ല. അത് വഴി കടക്കാനുള്ള ഒരു വഴിയായി, ത്വരീഖായിട്ട് ഒരു വഴി ക്രോസ് ചെയ്യാനുള്ള ഒരു ഇടമായിട്ട് കാണാൻ പാടില്ല. ഇങ്ങനെ പള്ളിയുടെ ആദാബുകൾ മുഴുവനും അവിടെ പാലിക്കേണ്ടി വരും. മസ്ജിദുണ്ട്, മുസല്ലയുണ്ട്, നിസ്കരിക്കപ്പെടുന്ന സ്ഥലങ്ങൾ. എന്നൊക്കെ ചില കമ്പനികൾക്കൊക്കെ അവിടെ നിസ്കരിക്കാൻ ഒരു സ്ഥലം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോപ്പിംഗ് മാളുകളൊക്കെ അധികവും മുസല്ലകളാണ്, നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം. അവര് മാൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ പൊളിച്ചിട്ട് അവിടെ ഔട്ട്ലെറ്റുകളാക്കും, അവിടെ ഷോപ്പുകൾ ഉണ്ടാക്കും. അത് മുസല്ലയാണ്. പക്ഷെ അത് വഖഫായിട്ട് ചെയ്തിട്ട പള്ളികൾ ഉണ്ടാകും, അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനത്തെ സ്ഥലത്ത് ഇത്തികാഫിന്റെ കൂലി കിട്ടും. അവിടെ തഹിയ്യത്ത് സുന്നത്താണ്, തഹിയ്യത്തുൽ മസ്ജിദ്. അപ്പോ നമ്മൾ പള്ളി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന ആളുകളൊക്കെ ഒരു ചെറിയ രീതിയിൽ ഒരു നിയ്യത്ത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. ആ നിയ്യത്ത് ഒന്നുകൂടെ പുതുക്കുക. നമുക്ക് അല്ലാഹു തആല സൗകര്യവും സമ്പത്തും ഐശ്വര്യവും അല്ലാഹു തആല തന്നാൽ നമ്മുടെ സ്വർഗത്തിലേക്കൊരു വീടിന്, നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഒരു വീട്, ഒരു പള്ളി, ഒരു 5 ആൾക്ക് നിൽക്കാനുള്ള പള്ളി മതി, ഒരു 10 ആൾക്ക് നിൽക്കുക, ഒരാൾക്ക് നിസ്കരിക്കാൻ. പക്ഷെ ഒരു മസ്ജിദായിട്ട് നമ്മളാൽ, നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു പള്ളി ഞാൻ അല്ലാഹുവിന് എടുത്തു കൊടുക്കും എന്ന് നിയ്യത്ത് ചെയ്യുക. അല്ലാഹു നമ്മതിന് സഹായിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കതിന് സഹായം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും വീട് പണിയുന്ന സമയത്ത് മത്സരിച്ച് അവനവന്റെ ഒരു ടോയ്ലറ്റിന് കൊടുക്കുന്ന പൈസ മതിയാകും ഈ ഒരാൾക്കോ 5 ആൾക്കോ 10 ആൾക്കോ 50 ആൾക്കോ നിസ്കരിക്കാവുന്ന ഒരു സാധാരണ ഒരു ഓട് കുരഞ്ഞ ഒരു ആസ്പെറ്റോസ് ഇട്ടതോ ഒരു ഓലമേഞ്ഞതോ ആയ ഒരു ഷെഡായാലും മതി. പള്ളി തന്നെയാണ്. നമുക്കത് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വീട് ഉറപ്പിക്കുക. ദുനിയാവിലൊരു വീടായില്ലേ, ഇനി സ്വർഗത്തിലേക്കൊരു വീടിന് വേണ്ടി ഒരുങ്ങ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു, അത് നല്ല ഖാലിസായ നിയ്യത്തോടുകൂടെ ചെയ്യുക. ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണ്ട, ഒരുത്തന്റെ പള്ളിന് മുമ്പ് പോയിട്ടുണ്ടാക്കണ്ട, ആരോടും ഫിത്നക്കും ഫസാദിനും വേണ്ടി ചെയ്യണ്ട. നിസ്കരിക്കാൻ ഇടം ആവശ്യമായി, ജനങ്ങൾ ആവശ്യമുള്ള ഒരു ഇടം നമ്മുടെ നാടുകളിൽ, പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ അങ്ങ് തെക്കൻ ജില്ലകളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ, എനിക്ക് മലപ്പുറം കോഴിക്കോട് ജില്ലയിലൊക്കെ ഏറെക്കുറെ ഉണ്ട്. എന്നാലും സ്ഥലങ്ങൾ മാഷാ അല്ലാഹ്. പക്ഷേ പാലക്കാട് ജില്ലയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ മുസ്ലിമീങ്ങൾ താമസിക്കുന്നിടത്ത് പള്ളിയില്ലാത്ത ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ടൊക്കെ ഉണ്ടാക്കിയാൽ എത്ര കൂലിയായിരിക്കും. അപ്പോ മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വഅന്നൽ മസ്ജിദ, പിന്നെ പള്ളിയെ ഉയർത്തപ്പെടണം എന്ന് പറഞ്ഞതിൽ തുഅല്ലം, പള്ളികൾ ബഹുമാനിക്കപ്പെടണം എന്നതിനർത്ഥമുണ്ട്. ഒരുപാട് മസാലകൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അൻ തുർഫ എന്ന വാക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഉയർത്തപ്പെടുക, പള്ളികൾ എടുക്കുക. അപ്പൊ പള്ളി ഒരു ചെറിയ മൈതാനം, ഇത് ഞാൻ പള്ളിയായിട്ട് വഖഫ് ചെയ്തു എന്ന് പറയല്ല. അവിടെ ഒരു കെട്ടിടമായിട്ട് എടുക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരാൾക്ക് 5 സെന്റ് സ്ഥലമുണ്ട്, ഇത് പള്ളിയായിക്കോട്ടെ. പള്ളിയാകുമ്പോൾ അവിടെ എടുപ്പുകൾ വേണം, ചുമരുകൾ വേണം, അത് എടുക്കപ്പെടണം എന്നർത്ഥം. പിന്നെ പള്ളികളെ തുർഫ, ഉയർത്തപ്പെടുക എന്ന ആ വാക്കിന് തന്നെ ഉലമ അർത്ഥം കൊടുക്കുന്നു. തുഅല്ലമ, ബഹുമാനിക്കപ്പെടണം എന്നാണ്. അങ്ങനെ വന്നാൽ പള്ളിയിൽ മാലിന്യങ്ങൾ ഉണ്ടാകരുത്, നജസുകൾ പള്ളിയിൽ നിന്ന് നീക്കണം. ഹദീസിൽ വന്നിട്ടുണ്ട്, അന്നൽ മസ്ജിദ ലയൻസബി മിനൻ നജാസ കമാ യൻസബിൽ ജിൽദു മിനൻ നാർ. ഒരു തോൽ തീയിലേക്ക് കാണിച്ചു കൊടുത്താൽ ആ തോലിങ്ങനെ ചുങ്ങി വലിഞ്ഞ് തീയിൽ നിന്ന് അകലുന്ന പോലെ നജസിൽ നിന്ന് അള്ളാഹുവിന്റെ പള്ളികൾ അകലുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ പള്ളികളിൽ എന്തെങ്കിലും ഒരു നജാസത്ത് കണ്ടാൽ, എന്തെങ്കിലും ഒരു ജീവിയോ വല്ല പ്രാണികളോ മറ്റോ ചത്തുകിടക്കുന്നത്, എന്തെങ്കിലും അഴുക്കുകൾ നമ്മൾ ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ അത് കൈകൊണ്ട് എടുത്തു മാറ്റുക. കൂലിയാണ്. എന്തേ കൂലി? പള്ളി ഉണ്ടാക്കാനൊന്നും കഴിയില്ല. എന്നാലും സ്വർഗത്തിൽ ഒരു പള്ളി കിട്ടാൻ നമുക്കും ചാൻസുകളുണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ്, മൻ അഖ്റജ അദം മിനൽ മസ്ജിദി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്. അല്ലാഹ്, ഇനി എന്താ വേണ്ടത്? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഒരു അഴുക്ക് ഒരാൾ എടുത്തു മാറ്റിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്, അല്ലാഹു സ്വർഗ്ഗത്തിൽ അവന് വീട് പണിതു കൊടുക്കും. യാ അല്ലാഹ്, നമ്മൾ വിചാരിക്കുന്നത് മുക്രിക്കാന്റെ പണിയാണ്, മുക്രിക്കാന്റെ മേക്കിട്ട് കയറാണ്. നമ്മളും പണി തന്നെയാണ്. ഓരോ മുസ്ലിമിന്റെയും പണിയാണ് പള്ളിയെ ബഹുമാനിക്കൽ.
പള്ളിയോട് അദബ് കാണിക്കൽ, അവിടെ വൃത്തിയാക്കൽ, അവിടെ അഴുക്കില്ലാതിരിക്കൽ നമ്മുടെ ഒക്കെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ നമ്മളത് മനസ്സിലാക്കണം. അൻ തുർഫഅ വയുദ്കറ ഫീഹി ഇസ്മു. തമാശയിലൊക്കെ പറയാറുണ്ട്, എനിക്ക് ഭയങ്കര വേദന തോന്നുന്ന തമാശയാണത് അല്ലെ. നല്ല സുന്ദരമായ പാട്ടും മണിനാദവും കേൾക്കുന്ന ഒരു വഴിയിലൂടെ പോകുമ്പോൾ നല്ല പാട്ടും നല്ല മനോഹരമായ ഗാനങ്ങളും കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അവിടെ ഒരു ക്രിസ്തീയ ദേവാലയമുണ്ട് അല്ലെ. നല്ല പാലപ്പൂവിന്റെ മണവും ഗന്ധവും ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അവിടെ ഒരു ഹിന്ദുവിന്റെ അമ്പലം കിടക്കുന്നുണ്ട്. 1 നമ്പർ മൂത്രത്തിന്റെ മണം കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, മുസ്ലിങ്ങളുടെ പള്ളി അവിടെ ഉണ്ട് അല്ലെ. നമ്മുടെ പള്ളികളുടെ അവസ്ഥ അങ്ങനെയല്ലേ? എത്ര മനോഹരമാകണം പള്ളികൾ. മതാഹിർ, ഏറ്റവും ശുദ്ധിയുള്ള സ്ഥലമാകേണ്ട സ്ഥലമാണ്. നമ്മുടേത് മൂത്രം മണക്കുക, ബാക്കിയുള്ളവരുടേത് സുഗന്ധങ്ങളും ആലാപനങ്ങളും. നമുക്കതൊന്നും ആലാപനങ്ങളൊന്നും നമുക്ക് വേണ്ട, പക്ഷെ സുഗന്ധം നമുക്ക് വേണം, അത് നമ്മുടേതാണ്. സുഗന്ധം എനിക്ക് ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബിബ ഇലയ്യ, അത് എനിക്ക് ഹുബ്ബാക്കപ്പെട്ടതാണ്, അള്ളാഹു എനിക്ക് ഹുബ്ബാക്കി തന്നതാണ് അർത്ഥം. നമ്മുടെ പള്ളികൾ ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളാകരുത്. നമ്മുടെ പള്ളികളിൽ ശുദ്ധി വരുത്താനുള്ള ടോയ്ലറ്റുകൾ ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളാകരുത്. ഏറ്റവും നല്ല സുഗന്ധം, പള്ളിയിലേക്ക് വരുന്നവൻ ഇൻഷിറാഹു സ്വദർ, ഹൃദയമൊന്ന് വിശാലമായി കിട്ടുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ചിന്തിച്ചു തുടങ്ങേണ്ട സംഗതികളാണ്. ഇവിടെയൊക്കെ മാഷാ അല്ലാഹ് ആ വിഷയം നമുക്ക് കാണാൻ കഴിയും. പള്ളികളിൽ അഴുക്ക് കാണുന്നില്ല, പള്ളികളിലേക്ക് വളരെ സുന്ദരമാണ്, മനോഹരമാണ്. വൃത്തി എന്നത് അള്ളാഹുവിന്റെ പള്ളികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വലിയൊരു അദബിൽപ്പെട്ടതാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോ പള്ളി സ്വന്തമായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത ആളുകൾക്കും അള്ളാഹുവിന്റെ പള്ളി സ്വർഗത്തിൽ ഒരു ഭവനം കിട്ടും. എപ്പോ പള്ളിയിലെ ഒരു മാലിന്യം ഒരാൾ ഒഴിവാക്കിയാൽ പള്ളി ക്ലീൻ ചെയ്യാം. അതിന് ചെറുപ്പക്കാരൊക്കെ ഒന്ന് നോക്കുക. ചില നാടുകൾ, ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ വൃത്തികേടായി കിടക്കുന്ന പള്ളികളുടെ ടോയ്ലറ്റുകളും മറ്റുമൊക്കെ ഒരു ചെറുപ്പക്കാർ 4-5 ആളുകൾ ഇതാ ഞങ്ങളങ്ങ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നതല്ല, ഈജിപ്തുകാരനായ വലിയൊരു പണ്ഡിതൻ മരിച്ചുപോയി, മഹാനായ മുതവല്ലി ഷഅറാവി റഹിമഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. ഈജിപ്ത് കണ്ട ഏറ്റവും വലിയ ജനാസയായിരുന്നു ഈ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ മഹാനായ മുതവല്ലി ഷഅറാവി തങ്ങളുടെ. വലിയ മുഫസ്സിറായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു മുതവല്ലി ഷഅറാവി തങ്ങൾ. അദ്ദേഹത്തിന്റെ തഫ്സീറൊക്കെ നമ്മളോട് ഉദ്ധരിക്കാറുണ്ട്. അദ്ദേഹം അവിടുത്തെ കൈറോ പള്ളിയിൽ അവർ നടത്തിയിരുന്ന വാരാന്ത്യ ഖുർആൻ ക്ലാസ് ലോകപ്രസിദ്ധമാണ്. ഇന്നും ഇവിടുത്തെ അറബി റേഡിയോകൾ എല്ലാ ദിവസവും 11 മണിക്ക് അബുദാബി റേഡിയോയിലും ഷാർജ റേഡിയോയിലൊക്കെ, രാവിലെ 7 മണിക്ക് ഷാർജ റേഡിയോയിലൊക്കെ അവരുടെ തഫ്സീർ ക്ലാസ് കൊടുക്കും 1 മണിക്കൂർ നേരത്തെ. ഖവാത്തിർ മുതവല്ലി ഷഅറാവി ഇർഹമഹുല്ലാഹ് വലിയ മഹാനാണ്. അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ കുറച്ച് ചെറുപ്പക്കാർ, ഈജിപ്തുകാരായ ആളുകൾ അദ്ദേഹത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞു. ഷെയ്ഖ് അവരെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞു. അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല. അദ്ദേഹം പറയാറുണ്ട്, അല്ലാഹുമ്മ ജഅൽനാ ഖൈറൻ മിമ്മാ യഖൂലൂൻ വലാ തഫ്തിന്നാ ബിമാ യഖൂലൂൻ. അല്ലാഹുവേ, ഈ ആളുകൾ പറയുന്നത് കേൾപ്പിച്ചിട്ട് എന്നെ ഫിത്നയാക്കല്ല പടച്ചോനെ. അല്ലാഹുമ്മ ജഅൽനി ഖൈറൻ മിമ്മാ യഖൂലൂൻ, ഇവർ പറയുന്നതിനേക്കാളും എന്നെ ഖൈറാക്കിക്കൊണ്ട പടച്ചോനെ, ഈ പറയുന്നത് കൊണ്ട് എന്നെ ഫിത്നയാക്കല്ലേ. അങ്ങനെ ദുആ എടുക്കുന്ന മഹാനാണ്. ഈ ആധുനിക ലോകം കണ്ട വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട പ്രഗത്ഭനായിരുന്നു മുതവല്ലി ഷഅറാവി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ശൈഖിനെ കാണുന്നില്ല. നോക്കുമ്പോ പള്ളിയിലെ ടോയ്ലറ്റ് പോയി ക്ലീൻ ആക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. കുറെ നേരം കഴിഞ്ഞ് കാണുന്നില്ല. അദ്ദേഹം അങ്ങനെ ഒരു അഹങ്കാരങ്ങാനം മനസ്സിൽ തോന്നിപ്പോയോ പടച്ചോനെ, അതങ്ങോട്ട് ഇറക്കി വെക്കാൻ ഞാനൊന്നുമല്ല, അള്ളാഹുവിന്റെ പള്ളിയുടെ ഒരു ക്ലീനിങ്ങുകാരനാണ് ഞാനെന്ന രീതിയിൽ ടോയ്ലറ്റ് പോയി ക്ലീൻ ചെയ്യായിരുന്നു ലോകപ്രസിദ്ധനായ പണ്ഡിതൻ മുതവല്ലി ഷഅറാവി റഹിമഹുല്ലാഹ്. അദ്ദേഹം അങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അതിന് പ്രായശ്ചിത്തം ചെയ്തതാ. ആലോചിക്കുക, പുകഴ്ത്തി പറയുന്നവർക്ക് കൂലെടുത്ത് ചെയ്യിപ്പിക്കുന്ന കാലമാണ്. പറഞ്ഞുകൂടെ, ആ പറയുന്നത് നിങ്ങൾ പറയല്ലേ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്ത് അതൊക്കെ കേട്ടും സഹിച്ചും ആസ്വദിച്ചും നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് മുതവല്ലി ഷഅറാവിയെ നമ്മൾ അനുസ്മരിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ പള്ളികൾ ശുദ്ധിയാക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ അത് നഷ്ടപ്പെടുത്താതിരിക്കുക അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പിന്നെ അൻ തുർഫഅ, അതിനല്ലാഹു അൻ തുർഫഅ, ആ പള്ളികൾ ഉയർത്തപ്പെടണം എന്ന് പറഞ്ഞാൽ ആ പള്ളിയുടെ കെട്ടിടം പൊക്കണം എന്നാണ്. അങ്ങനെ വന്നതിൽ തുസയ്യന വതുൻഖശ, ആ പള്ളികൾ അലങ്കരിക്കപ്പെടണമെന്നോ അവിടെ കൊത്തുപണികൾ വേണമെന്നോ അതിന് അർത്ഥം വരുമോ? ഒരു മസ്അലയാണ്. തുർഫ, ഉയർത്തപ്പെടണം.
അപ്പൊ ഉയർത്ത കെട്ടിടം ഉണ്ടാക്കണം എന്നല്ല പ്രയോഗം, ഉയർത്തപ്പെടണം. അപ്പൊ കെട്ടിടം ഉണ്ടാക്കി അതിനെ ഉയർത്തണമെങ്കിൽ ഒന്ന് ഭംഗിയാക്കലൊക്കെ അതിന്റെ ഭാഗമാണോ? പള്ളിക്ക് ഇത്ര ഒരുപാട് സംഖ്യ ചെലവഴിച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? അങ്ങനെ വേണോ വേണ്ടയോ? ഉലമാഇന്റെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കരിഹഹു ഖൗമുൻ വഅബാഹഹു ആഖറൂൻ. ജായിസാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആലിമീങ്ങൾ, മറ്റൊരു വിഭാഗം പറയുന്നു കറാഹത്താണ്, ഒഴിവാക്കേണ്ടതാണ്. എന്തേ കാരണം? عن أنس وقتادة أن رسول الله صلى الله عليه وسلم قال مهاനായ രണ്ട് സ്വഹാബിമാർ റളിയല്ലാഹു അൻഹുമാ അവർ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ് സാഅഹ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യതബാഹന്നാസു ഫിൽ മസാജിദ്, പള്ളികൾ പറഞ്ഞ ആളുകൾ അഭിമാനം നടിക്കുന്ന കാലമെത്തുന്നതുവരെ ലോകാവസാനം സംഭവിക്കുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യതബാഹ അന്നാസു ഫിൽ മസാജിദ്, പള്ളി അതിന് ഇത്ര ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് എന്ന് അഭിമാനം പറയുന്നതിനായി പറയത്തബാഹാൻ, ഇത്ര ഉറുപ്പികൾക്ക് ഇത്ര കോടിക്ക് ഞങ്ങൾ പള്ളിയെടുക്കുന്നു എന്ന് ആളുകൾ അഭിമാനം പറയുന്ന ഒരു കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, പലതും ചിന്തയിലൂടെ അങ്ങനെ വരുന്നുണ്ട്. എന്താണ് ഈ ഹദീസൊക്കെ ഈ നമ്മുടെ സമൂഹത്തോട് പറയുന്നത്? ബുദ്ധിയുള്ള ആൾക്കാർ മനസ്സിലാക്കണം, അതൊന്നും ജനങ്ങൾ അഹങ്കാരം പറയേണ്ട സംഗതികളല്ല. ലാ തഖൂമുസ് സാഅഹ, അന്ത്യനാൾ സംഭവിക്കില്ല, ഹത്താ, ഒരു സമയം വരെ, യതബാഹന്നാസ്, ജനങ്ങൾ അഹങ്കാരം പറയും, പൊലിമ പറയും, അഭിമാനം പറയും, ഫിൽ മസാജിദ്, പള്ളികളുടെ വിഷയത്തിൽ അഭിമാനം പറയുന്ന കാലം വരും. എന്നിട്ട് പറയുന്നു യതബാഹൗന ബിഹാ, അവരഭിമാനം പറയും, സുമ്മ ലാ യഅ്മുറൂനഹാ ഇല്ലാ ഖലീല, അവിടെ നിസ്കരിക്കാൻ ആളുകളും ഉണ്ടാവില്ല, നിസ്കരിക്കാൻ ആളില്ല, പക്ഷെ അവർ അഭിമാനം പറയും, ഈ പള്ളിക്ക് ഇത്ര ചെലവായി, അതിന് ഇത്ര ഞങ്ങൾ ചെലവാക്കി എന്നൊക്കെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലതുസഖരിഫുന്നഹാ കമാ സഖറഫത്തിൽ യഹൂദു വന്നസാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളും പള്ളികൾ അലങ്കരിച്ചതുപോലെ നിങ്ങളും അലങ്കരിക്കുന്ന കാലമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റോമിലോ ഗ്രീസിലോ പോയാൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിപുരാതനങ്ങളായ ചർച്ചുകൾ കാണാൻ കഴിയും. അത് പ്രൊട്ടസ്റ്റന്റുകാരുടെയും കാത്തലിക്സിന്റെയും റോമൻ കാത്തലിക്സിന്റെയും ഗ്രീക്കുകാരുടെയും ഒക്കെ പഴമയുള്ള ആർഭാടമുള്ള പള്ളികൾ, ക്രിസ്തീയ പള്ളികൾ നമുക്ക് കാണാൻ കഴിയും. ലതുസഖരിഫുന്നഹാ, നിങ്ങളും ഈ പണി ചെയ്യും, കമാ സഖറഫത്തിൽ യഹൂദു വന്നസാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് ദേവാലയങ്ങളിലേക്ക് ആർഭാടങ്ങൾ ചേർത്തിക്കൊടുത്തത്, നിങ്ങളും നിങ്ങളുടെ പള്ളികളിൽ അങ്ങനെ ചെയ്യുമെന്നാണ് ഈ പറഞ്ഞതിന്റെ സാരമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ ഇമാം തുർമുദി തങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. قال رسول الله صلى الله عليه وسلم, حبيباയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ സഖറഫതുൽ മസാജിദ് വഹല്ലൈതും മസാഹിഫകും ഫദ്ദബാറു അലൈക്കും, ഇദാ സഖറഫതും മസാജിദകും, നിങ്ങളുടെ പള്ളികൾ നിങ്ങൾ സുഖ്റുഫ് ചെയ്യുക. സുഖ്റുഫ് എന്ന് പറഞ്ഞാൽ അലങ്കാരം, അതിന്റെ ലക്ഷറി ചെയ്യുക, ലക്ഷറി നമ്മൾ അതിലേക്ക് കൊണ്ടുവരിക, അതിനാണ് സുഖ്റുഫ് എന്ന് പറയാ. നിങ്ങൾ നിങ്ങളുടെ പള്ളികളെ ആഡംബരമായി ഉണ്ടാക്കിയാൽ, വഹല്ലൈതും മസാഹിഫകും, നിങ്ങളുടെ മുസ്ഹഫുകൾക്ക് നിങ്ങൾ സ്വർണ്ണാലങ്കാരം നൽകി കഴിഞ്ഞാൽ, മുസ്ഹഫുകൾ, ആ മുസ്ഹഫുകളുടെ വളരെ സിമ്പിളായിട്ട് നിൽക്കേണ്ടതിന്റെ സ്ഥാനത്ത് സ്വർണത്തിന്റെ വരികൾ, സ്വർണത്തിന്റെ നൂലുകൾ, സ്വർണത്തിന്റെ അഴികൾ, സ്വർണത്തിന്റെ ചട്ടകൾ, അങ്ങനെയൊക്കെയായി നിങ്ങൾ മുസ്ഹഫിനെ അലങ്കരിച്ചാൽ ഫദ്ദബാറു അലൈക്കും, നിങ്ങൾക്ക് മേൽ അള്ളാഹുവിന്റെ നാശം പതിക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉലമാ ഇതിനെ സംബന്ധിച്ച് ഇത് നിരുത്സാഹപ്പെടുത്താൻ കാരണം, ഇത് ഡിസ്കറേജ് ചെയ്യാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പക്ഷെ മസ്ജിദുൽ നബവിയുടെയും മസ്ജിദുൽ അഖ്സായുടെയും മസ്ജിദുൽ ഹറാമിന്റെയും സ്ഥിതി അങ്ങനെയല്ല. അത് അള്ളാഹു തെരഞ്ഞെടുത്ത ഏറ്റവും ശ്രേഷ്ഠങ്ങളായ അള്ളാഹുവിന്റെ ഭൂമിയിലെ 3 പള്ളികളാണത്. അവർക്ക് വ്യത്യാസമുണ്ട്. അത് ഉലമാ സഹാബത്തിന്റെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്ത്, അവർക്ക് ശേഷമൊക്കെയും ആ പള്ളികളുടെ എക്സ്പാൻഷൻ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതിന് ഉലമായിൽ, സഹാബത്തിൽ, താബിഈങ്ങളിൽ ഒരാളും അതിനെ എതിർത്തിട്ടില്ല. അത് ഈ ഉമ്മത്ത് അംഗീകരിച്ചിട്ടുള്ള വിഷയമാണ്. അതല്ലാത്ത പള്ളികൾ, ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, പള്ളികൾ ആർഭാടങ്ങളാകുന്നത്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
സുബ്ഹാനല്ലാഹ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി മസ്ജിദുൻ നബവി, അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്നഹു ബനാ മസ്ജിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സാജിദ് വഹസന. സാജ് എന്ന് പറഞ്ഞാൽ തേക്ക് വൃക്ഷം എന്നാണ്. സുബ്ഹാനല്ലാഹ്. പോയത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എത്യോപ്യയിൽ നിന്ന്, ആ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നൊക്കെയാണ് തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തേക്ക് വൃക്ഷം ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി ഭംഗിയാക്കിയിട്ടുണ്ട്. അതിൽ സംശയമില്ല, അത് ചരിത്രമാണ്, അത് സ്വഹാബത്ത് അംഗീകരിച്ചതാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു نقش مسجد النبي صلى الله عليه وسلم وبالغ في عمارته وتزيينه. عمر بن عبد العزيز رضي الله عنه അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളി മദീനയിലെ മസ്ജിദുൻ നബവി ഒരുപാട് മനോഹരമാക്കി ഉണ്ടാക്കുകയും അവിടെ കൊത്തുപണികൾ ചെയ്യിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ വാലിയായിരുന്ന കാലം അവരുടെ ഖിലാഫത്തിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. വലം യുൻകിർ അലൈഹി അഹദുൻ ദാലിക്, ഒരാളും ഒരു ആലിമും അതിനെ ഇൻകാർ ചെയ്തിട്ടില്ല. അന്ന സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ രണ്ട് നബിമാർ, പിതാവും പുത്രനും, സുലൈമാൻ നബി അലൈഹിസ്സലാം, അവരുടെ ഉപ്പ ദാവൂദ് നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം അവരാണ് ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കിയത്. മസ്ജിദുൽ അഖ്സ, ഇന്നത്തെ ജെറൂസലേമിലെ ഈലിയായിലെ ഖുബ്ബത്തു സഖറക്കടുത്തുള്ള മസ്ജിദുൽ അഖ്സ അൽ ബൈത്തുൽ മുഖദ്ദസ്, അത് ഒരുപാട് ഭംഗിയാക്കിയിട്ടുണ്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അത് നമ്മുടെ ആദ്യത്തെ ഖിബ്ലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞ 3 പള്ളികളിൽ ഒരു പള്ളിയാണത്. അപ്പോ അൻതുർഫ എന്ന വാക്കിൽ തന്നെ ഇനിയും ചില കാര്യങ്ങൾ പഠിക്കാനിരിക്കുന്നു. തുർഫ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടുക എന്നർത്ഥം വന്നു. ആ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് പള്ളിയിൽ അനാവശ്യമായ വാക്കുകൾ പറയപ്പെടുന്നത് ഉപേക്ഷിക്കണം. 2, പള്ളിയിൽ ദുർഗന്ധം ഉള്ള സാധനം തിന്നുകൊണ്ട് പോകരുത്. ദുർഗന്ധം വമിക്കുന്ന വസ്തുക്കൾ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഇതൊക്കെ മിൻ തഅദീമിഹ, പള്ളിയെ ബഹുമാനിക്കുക എന്നതിൽ പെട്ടതാണ്. ഈ വിഷയങ്ങളൊക്കെ മഹാനായ അല്ലാമ മഹാനായ ഖുർത്തുബി റളിയല്ലാഹു അൻഹു ജാമിഉ അഹ്കാമിൽ ഖുർആനിൽ ഈ മസ്അലകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹ മിൻ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫീ ഗസ്വതി തബൂക്, തബൂക് യുദ്ധം നടക്കുന്ന സമയത്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അകല മിൻ ഹാദിഹി അഷ്ജറ യഅനി തൂം ഫലാ യഅതിയന്നൽ മസാജിദ്. ഈ ഉള്ളി തിന്നുന്നവൻ, തൂമെന്ന് പറഞ്ഞാൽ ശരിക്കും വെളുത്തുള്ളിയാണ്, അത് തിന്നുന്നവൻ ഫലാ യഅതിയന്നൽ മസാജിദ്, ഈ പള്ളിയിലേക്ക് വരരുത് പറഞ്ഞാൽ അത് വായിൽ നാറ്റുണ്ടാക്കും. അപ്പൊ തിന്നാൻ പറ്റൂലേ എന്നാണോ ഇതിന്റെ അർത്ഥം? അല്ല, തിന്നാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ അത് തിന്നുന്ന ആളുകൾ അതിന്റെ നാറ്റം ഒഴിവാക്കണം. എങ്ങനെ? ബിത്തബ്ഖിഹ, അത് പാകം ചെയ്തിട്ട്, നമ്മൾ പാകം ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിന് ഗന്ധമുണ്ടാകില്ല. അങ്ങനെയോ അതല്ല, ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം ആ ദുർഗന്ധങ്ങളൊക്കെ വായിൽ നിന്ന് കഴുകി ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടോ പള്ളിയിലേക്ക് വരാവൂ. നിസ്കരിക്കുന്ന നേരം ഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാർക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അത് മലക്കുകൾക്ക് പ്രയാസമാണ്. അപ്പൊ വായിൽ നാറ്റുള്ള ആളുകൾ, അത് നാറ്റമുണ്ടായാൽ നമ്മൾ ബ്രഷ് ചെയ്യും. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ രസം അതല്ല. വായ നാറ്റമുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യൽ സുന്നത്താണ്. നോമ്പുകാരന് പോലും അതിൽ വിലക്കേർപ്പെടുത്തിയിട്ടില്ല. നോമ്പുകാരന്റെ വായുടെ നാറ്റം അള്ളാഹുവിന്റെ അടുത്ത് കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. പക്ഷേ ഈ നാറ്റം മനുഷ്യന്മാർക്ക് കൊടുക്കണം എന്നല്ല പറഞ്ഞതിന്റെ ഹദീസ്. ഒരു മനുഷ്യന് നാറ്റമുണ്ടെങ്കിൽ വായ നാറ്റം അയാൾ ഒഴിവാക്കണം, അത് ക്ലീൻ ചെയ്യണം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പള്ളിയിലേക്ക് വരുമ്പോ മുഅ്മിനീങ്ങളായ ആളുകൾ സഫ് കെട്ടിയിരിക്കുമ്പോ സുജൂദിലേക്ക് പോകുന്ന നേരത്ത് അല്ലാതെയും വായിൽ നിന്ന് നാറ്റം വരുമ്പോ സുജൂദിൽ ദിക്ർ ചൊല്ലേണ്ടതിന് പകരം ഇവന്റെ ചിന്ത, പടച്ചോനെ എന്തൊരു മണമാണ് ഈ വരുന്നത്, എന്തൊരു നാറ്റമാണ് ഈ വരുന്നത്, നിസ്കാരത്തിന്റെ ഖുശൂ നഷ്ടപ്പെടും. പിന്നെ ശ്രദ്ധ മറ്റു വിഷയങ്ങളിലേക്കാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് മലക്കുകൾക്ക് പ്രയാസമാണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ആളുകൾ ദുർഗന്ധമുള്ള സാധനങ്ങൾ തിന്നിട്ട് വരരുത്. അതിന്റെ നാറ്റം ക്ലീൻ ചെയ്തിട്ടേ വരാവൂ എന്നർത്ഥം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. لقد رأيت رسول الله صلى الله عليه وسلم إذا وجد ريحهما من رجل في المسجد أمر به فأخرج إلى البقيع. ഹദീസിൽ പറയാൻ,
വായനാറ്റമുള്ള ഒരാളെ പള്ളിയിൽ കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയുമായിരുന്നു. എന്നിട്ട് ബക്കീഇലേക്ക് പോകാൻ പറയും. ബക്കീ എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനിന്റെ ഭാഗം. പള്ളിയിൽ നിന്ന് മാറ്റി നിർത്തുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ അകലഹുമാ ഫൽയുമിത്ഹുമാ തബ്ഖൻ. അല്ലെ, അത് തിന്നുന്ന ആൾക്കാരത് പാകം ചെയ്തിട്ട് അതിന്റെ ആ മണത്തെ മരിപ്പിക്കണം എന്ന് പറയാം. അത് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അതിന് കുഴപ്പമില്ല. അല്ലാതെ പച്ചയിൽ തിന്നാണ് അത് ബ്രഷ് ചെയ്യുക, മനുഷ്യൻ എന്ത് ചെയ്യുക, വായനാറ്റം കൊണ്ട് നടക്കരുത് എന്നർത്ഥം. അപ്പൊ അത്തരം ആളുകളെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. ഉലമാക്കൾ പറയാണ്, ഇതിലേക്ക് ചേർത്തി വായിക്കണം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും പണി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരക്കാരെ പള്ളിയിൽ നിന്ന് മാറ്റി നിർത്താം, പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയണം, അതിൽ കുഴപ്പമില്ല. എങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത ഒരാൾ, ബുദ്ധിമാന്യമുള്ള ഒരാൾ പള്ളിയിൽ വന്ന് എന്തെങ്കിലും വികൃതി ചെയ്ത് ആളുകളുടെ നിസ്കാരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അയാളെ പള്ളിയിൽ നിന്ന് ഇറക്കിവിടാം, കുഴപ്പമില്ല. വളരെ ദുർഗന്ധമുള്ള എന്തെങ്കിലും ദേഹത്ത് പുരട്ടിയിട്ടോ അല്ലാതെ ഒരു മനുഷ്യൻ വന്നു, അയാളെ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പറയാൻ കുഴപ്പമില്ല. ജനങ്ങൾക്ക് പ്രയാസമുള്ള ചില അസുഖങ്ങളുമായി വരുന്ന ആളുകൾ ഇങ്ങനെ തന്നെ പറഞ്ഞു. കുഷ്ഠരോഗം പോലെയുള്ള അത്തരം അസുഖങ്ങളുമായി ഉള്ള ആളുകൾ അല്ലാഹുവർക്ക് ശിഫ നൽകുമാറാകട്ടെ. പക്ഷെ പള്ളിയിലേക്ക് വരുമ്പോ ജമാഅത്ത് നടക്കുന്ന സ്ഥലമാണ്, ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലമാണ്. അത്തരം സ്ഥലത്ത് ഇത്തരം വെറുക്കപ്പെടുന്ന അവസ്ഥയിലുള്ള ആളുകൾ അത് വരാതിരിക്കുന്നത്, അതാണ് അവർക്ക് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അവർക്ക് ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുന്നില്ല. അവരുടെ നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലി, മുഅ്മിനായ മനുഷ്യന്റെ നിയ്യത്ത്, പടച്ചോനെ എനിക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇല്ലെങ്കിൽ ഞാൻ പള്ളിയിലേക്ക് പോയേനെ, ആ നിയ്യത്തിന് അവൻ ചെയ്യുന്ന അമലിനേക്കാളും കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നു. അപ്പൊ ദുർഗന്ധത്തിൽ പറഞ്ഞൊരു സംഗതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ കളവ് പറഞ്ഞാൽ അവിടെ ഒരു ദുർഗന്ധം വമിക്കുന്നുണ്ട് എന്നാണ്. കളവ് പറയുമ്പോൾ ഒരു ദുർഗന്ധം വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വരികയാണെങ്കിൽ ഒരാൾ നുണ പറഞ്ഞാൽ അയാളുടെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം കൊണ്ട് അയാളുടെ മലക്കുകൾ അകന്നു പോകുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വല്ലാതെ നുണ പറയുന്ന, ബഡായി പറയുന്ന ആൾക്കാര് പള്ളിയിലേക്ക് വന്നാൽ അവര് പള്ളിയിൽ നിന്നും പറയും, അങ്ങനത്തെ ബഡായികളൊക്കെ ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയണതാണ്. ആ പറയുന്ന രീതിയിലാ പ്രശ്നം കേട്ടോ. വളരെ ഹാൻഡിൽ വിത്ത് കെയർ, ഫ്രജൈൽ, പൊട്ടുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് മെല്ലെ കൈകാര്യം ചെയ്യണം. ഇറങ്ങിപ്പോണോന്ന് പറയരുത്. ആരും ഇഷ്ടപ്പെടില്ല അങ്ങനെ. വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാലും കാര്യം നടക്കും, ഹാർഡായിട്ട് പറഞ്ഞാലും നടക്കും. പക്ഷെ സോഫ്റ്റ് ആയിട്ട് നടന്ന ഒരു റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് വളരെ ജെന്റിലായിട്ട് കാര്യം ഹാൻഡിൽ ചെയ്യുക. മെല്ലെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞു കൊടുത്ത് മസാല പറഞ്ഞു കൊടുത്താൽ മതി. ഇതിന് വേണമെങ്കിൽ അവർക്ക് വല്ല ചുയിങ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തേക്ക്. അപ്പോ വളരെ നല്ല നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ അള്ളാഹുവിന്റെ പള്ളിയുടെ മഹത്വം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അവിടെ സ്വറ പറയുന്നതോ അവിടെ അനാവശ്യങ്ങൾ പറയുന്നതിന്റെ ഒക്കെ എത്ര ഗൗരവമാണ്. ഒരു ഹദീസ് നോക്കൂ. ദുനിയാവിലെ പള്ളികൾ അള്ളാഹു കൊണ്ടുവരുന്ന പള്ളികളെ സംബന്ധിച്ച് ഉലമാ അഹ്ലുൽ മആരിഫ് പറയുന്നത്, ഭൂമിയിലുള്ള നമുക്ക് ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന പോലെ ആകാശത്തുള്ള മാലാഖമാർക്ക് ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമിയിലെ പള്ളികൾ നക്ഷത്രങ്ങളായി തിളങ്ങുന്നുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. അവർക്ക് നോക്കിയാൽ ഇവിടുത്തെ പള്ളികളുടെ തിളക്കം കാണാൻ കഴിയും. നമുക്ക് ആകാശത്ത് നോക്കിയ നക്ഷത്രം കാണുന്ന പോലെ ഭൂമിയിലെ നക്ഷത്രങ്ങൾ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മസാജിദുകളാണ്, പള്ളികളാണ്. ദുനിയാവിലെ എല്ലാ പള്ളികളും നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടും. എങ്ങനെ? എങ്ങനെ? വെളുത്ത മനോഹരമായ ഒട്ടകങ്ങളായിട്ട്. നജീബത്ത് എന്ന് പറഞ്ഞാൽ മുന്തിയ ഒട്ടകത്തിനാണ് നജീബത്ത് എന്ന് പറയാം. നജായിബ്, ബീർ, നല്ല വെളുത്ത സുന്ദരികളായ ഒട്ടകങ്ങളായി അള്ളാഹു ഈ പള്ളികളെ കൊണ്ടുവരും. ഖവായിമുഹാ മിനൽ അംബർ വഅനാഖുഹാ മിനൽ സഅഫറാൻ വറൂസുഹാ മിനൽ മിസ്ക് വഅദിമ്മതുഹാ മിനൽ സബർജദിൽ അഖ്ദർ വഖവാമുഹൽ മുഅദ്ദിനൂന ഫീഹാ യഖൂദൂനഹാ വഇമ്മതുഹാ യസൂഖൂനഹാ വഉമ്മാറുഹാ മുതഅല്ലിഖൂന ബിഹാ. സുബ്ഹാനല്ലാഹ്. വളരെയധികം മനോഹരമായ മുത്തുകളും പവിഴങ്ങളും ചാർത്തിയ മനോഹരമായ ഒട്ടകം. ആ ഒട്ടകത്തെ ശുശ്രൂഷിക്കുന്നത് അവിടെ വിളിച്ചിരുന്ന മുഅദ്ദിനുമാരാണ്. ആ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു കൊണ്ടുപോകുന്നത് അവിടെ ഇമാം നിന്നിരുന്ന ഇമാമുമാർ, അവിടുത്തെ ഖതീബുമാർ.
തജൂസു അറസാത്തിൽ ഖിയാമ കൽ ബർഖിൽ ഖാസിഫ്. ജനങ്ങൾ മുഴുവൻ നിൽക്കുന്ന നേരം ആ സദസ്സിന്റെ ഇടയിലൂടെ ഇടിമിന്ന് കടന്നു പോകുന്ന പോലെ ഈ ഒട്ടകങ്ങൾ കടന്നു പോകും. അപ്പോൾ അവിടുത്തെ ആളുകൾ പറയും, ഹഉലാഇ മലായികത്തുൻ മുഖറബൂൻ, അല്ലാഹുവിന്റെ മലക്കുകളായിരിക്കും ഇവരെ, അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത മലക്കുകളാണ് പോയത് എന്നിവർ പറയും. അവഅംബിയാഉ മുർസലൂൻ, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരായിരിക്കും ഈ പോയത്, ആ കണ്ട വെളിച്ചമെന്ന്. ഫയുനാദാ മാ ഹഉലാഇ ബിമലായികത്തിൻ വലാ അംബിയാ വലാകിന്നഹും അഹ്ലുൽ മസാജിദ് വൽ മുഹാഫിദൂന അല സ്വലവാതി മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അമ്പിയാക്കന്മാരല്ല, ഇത് അല്ലാഹുവിന്റെ മലക്കുകളുമല്ല, ഇത് ഭൂമിയിലെ അല്ലാഹുവിന്റെ പള്ളികൾ സംരക്ഷിച്ചിരുന്ന ആളുകളാണ്. പള്ളി കമ്മിറ്റിക്കാർ എന്ന് പറഞ്ഞൂടെ? ഏറ്റവും നല്ല പ്രയോഗം അതായിരിക്കും. പള്ളിയുടെ മുഅമ്മിരീങ്ങൾ, പള്ളിയുടെ ഭാരവാഹികൾ, അവിടുത്തെ ഇമാമമാർ, ഖതീബുമാർ, മുഅദ്ദിനുമാർ, അവിടെ ക്ലീൻ ചെയ്തിരുന്ന ആളുകൾ, അവിടുത്തെ ആളുകൾ, സുബ്ഹാനല്ലാഹ്, ഭയങ്കരമാണ്. അല്ലാഹു തആല വലിയ സ്ഥാനം അവർക്ക് നൽകുന്നു. ഇത് ഈ ഉമ്മത്തിലെ ആളുകൾക്കുള്ള മഹത്വമാണ്. എല്ലാ സമൂഹത്തിന്റെയും പള്ളികൾ അല്ലാഹു കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ല, ഈ സമൂഹത്തിന്റെ പള്ളികളുടെ കൊണ്ടുവരപ്പെടുന്നു. പള്ളിയുടെ അടിച്ചുവേറുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി അടിച്ചുവാരിയ ഒരു പെണ്ണിന്റെ ചരിത്രം ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ മഹദി മരിച്ചപ്പോ സ്വഹാബി ഒരു രാത്രി സമയത്താണ് മരിച്ചത്. അവര് മരിച്ചപ്പോ പള്ളി എന്നും അടിച്ചുവേരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവര് മരിച്ചപ്പോ സ്വഹാബത്ത് മറവ് ചെയ്തു രാത്രി തന്നെ. അങ്ങനെയാണ് സുന്നത്ത്, അങ്ങനെയാണ് ഇസ്ലാമിന്റെ ശരീഅത്തും, അങ്ങനെയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മറവ് ചെയ്യണമെന്നാണ്. മറവ് ചെയ്തു. നേരം വെളുത്തപ്പോ തങ്ങൾ ചോദിച്ചു, അവരെവിടെ? അവർ പറഞ്ഞു, നബിയെ, അവര് മരിച്ചു. എപ്പോ? ഇന്നലെ രാത്രി. എന്നിട്ടോ? ഞങ്ങൾ മറവ് ചെയ്തു നബിയെ. ഫഹല്ല ആദൻതുമൂനി, നിങ്ങൾക്ക് എന്നെ വിളിച്ചൂടായിരുന്നോ? രാത്രി ഒരുപാട് വൈകിയില്ല നബിയെ, അങ്ങയെ പ്രയാസപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചതാ ഞങ്ങൾ, അങ്ങനെ വിളിക്കാതിരുന്നതാണ്. തങ്ങൾക്ക് വിഷമായി. തങ്ങൾ ചോദിച്ചു, അവരുടെ ഖബർ എവിടെയാണ്? കാണിച്ചു തരുന്നു പറഞ്ഞു. നേരെ ആ മഹദിയുടെ ഖബറിന്റെ അരികെ ചെന്നു. ഖബറിന്റെ അടുത്ത് അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക്? പള്ളി അടിച്ചുവാരിയിരുന്നൊരു പെണ്ണിന്. സുബ്ഹാനല്ലാഹ്. അപ്പോ വിഷയം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അതിനുവേണ്ടി ഇഖ്ലാസോടുകൂടെ പണിയെടുക്കുന്നത് അല്ലാഹുവിന്റെ അടുത്ത് ഭയങ്കര കൂലി കിട്ടുന്ന കാര്യമാണ്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹ്, അല്ലേ? അല്ലാഹുവിൽ ഈമാനുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയും. അവരെ അതിൽ പള്ളി പരിപാലനത്തിന് മുൻപോട്ട് വരികയുള്ളൂ. അത്തരം ആളുകൾക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം മുഅ്മിനീങ്ങളെ. അതൊരു ഇമേജിന്റെ, ഒരു ഈഗോയുടെ പ്രശ്നമാക്കി എടുക്കരുത്. എനിക്കാവണം പ്രസിഡന്റ്, അയാൾക്കാവണം, അങ്ങനെയൊന്നും പറയല്ല. അതാരാണോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അർഹതയുള്ളവർ അവരെ ഏറ്റെടുക്കുന്നു. നമ്മൾ അവരെ സഹായിക്കുന്നു, പരമാവധി സഹായിക്കുക. പള്ളിയിലേക്ക് ഒരു വക്തിന് വേണ്ടി വരാത്ത ആളായിരിക്കും ജനറൽ ബോർഡിൽ ഇരുന്നിട്ട് വലിയ വലിയ കമന്റുകളൊക്കെ പറയാം. ആ 10 റുപ്യന്റെ ബില്ലെവിടെ? ഈ 100ന്റെ കണക്ക് ഇവിടെ? ലക്ഷങ്ങൾ ചെലവഴിച്ചൊരു കമ്മിറ്റിക്കാരോടാക്കി ഇവൻ ചോദിക്കുക. ആരാ ചോദിക്കുന്നത്? 10 പൈസ പള്ളിക്ക് കൊടുക്കാത്തവൻ. ഈ കമ്മിറ്റിയുടെ 5 വർഷത്തെയോ 4 വർഷത്തെയോ അവരുടെ ഭരണം കഴിഞ്ഞ് ഇറങ്ങുന്ന നേരം വല്ലതും കിട്ടാനുണ്ടോ? അള്ളാഹിന്റെ കൂലിയല്ലാതെ എന്താ കിട്ടുക? നാട്ടിലൊക്കെ പള്ളി കമ്മിറ്റികളിൽ സ്ഥിരം വളരെ വേദന തോന്നാറുണ്ട്. അള്ളാഹുവിന് വേണ്ടി ഒരു ത്യാഗം ചെയ്തിട്ട്, ഒരു അധ്വാനം ചെയ്തിട്ട് ജനങ്ങൾ ഒരു ശുക്ർ, അല്ലേ? അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവർ മനുഷ്യർക്ക് ശുക്ർ ചെയ്യണമെന്ന. അൽഹംദുലില്ലാ, നിങ്ങൾ ചെയ്ത സേവനം അള്ളാഹു കബൂലാക്കട്ടെ, എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തിരട്ടെ എന്ന് പറയേണ്ട സ്ഥാനത്ത് സെക്രട്ടറി കള്ളനാണ്, ഖജാൻജി കള്ളനാണ്, പ്രസിഡന്റ് കള്ളനാണ്. ഇതൊക്കെ പറയുന്നത് അങ്ങേയറ്റം ഒരു മനുഷ്യന്റെ മനസ്സിന്റെ സങ്കുചിതത്വമാണ്. അങ്ങേയറ്റം ഇടുങ്ങിയ മനസ്സായതുകൊണ്ടാണ്. ഒരിക്കലും ചെയ്യല്ല. അത് വളരെ എളുപ്പമാണ് അങ്ങനെ ചെയ്യാൻ. പക്ഷെ അത് ഭയങ്കര ആഴത്തിൽ വേദനിപ്പിക്കും. ആ വേദന അള്ളാഹുവിന്റെ അർശിലേക്ക് പോയി തട്ടും. കാരണം അള്ളാഹുവിന് വേണ്ടി പണിയെടുത്ത ആളുകളാണ് ഇവർ. അതുകൊണ്ട് നിരുത്സാഹപ്പെടുത്തരുത്, ആളുകളെ ബുദ്ധിമുട്ടാക്കരുത്. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമായി കാണിച്ചു കൊടുക്കണം. വലാ തുഅസ്സിറു, ദീനൊരു പ്രയാസമാണെന്ന് വരുത്തരുത്. ബശ്ശിറു, നിങ്ങൾ സന്തോഷം പറഞ്ഞു കൊടുക്കണം. വലാ തുനഫിറു, നിങ്ങൾ വെറുപ്പുണ്ടാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പള്ളിയുടെ പരിപാലകന്മാർക്ക് നാളെ അല്ലാഹു തആല മനോഹരമായ ഒട്ടകങ്ങളായി മരതകങ്ങളും പവിഴങ്ങളും ചാർത്തി മനോഹരിയാക്കി അല്ലാഹു തആല മിന്നൽ പിണക്ക് കണക്കതിന്റെ ആളുകളുമായി മശ്ശറായിൽ ആളുകൾക്ക് കാണെ അല്ലാഹു മിന്നൽ പിണർ പോലെ കടത്തിക്കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അല്ലാഹു മഹത്വം നൽകുന്ന ആളുകളാണിവർ. ഇനി ഇൻഷാ അല്ലാഹ് പള്ളിയുമായി ആദാബിൽ നമുക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്, പള്ളിയിൽ എന്തെങ്കിലും അനൗൺസ്മെന്റുകൾ ചെയ്യുന്നത്, ബൈഅ വശിറ, കച്ചവടം, വല്ല നഷ്ടപ്പെട്ടു പോയത് വിളിച്ചു പറയുന്നത്, എന്തെങ്കിലും അവിടെ എഴുതി വെക്കുന്നത്, എന്തെങ്കിലും അവിടെ പരസ്യപ്പെടുത്തുന്നത്, എന്തെങ്കിലും കമ്പനികളുടെ പരസ്യ ചിത്രങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നത്, ഇത് പള്ളിയിൽ പറ്റുമോ ഇല്ലയോ? ഇത് പള്ളിയുടെ ആദാബിൽ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഒന്ന്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ്
പള്ളിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിന്റെ നിയമം എന്താണ്? പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ആദാബിൽ ചൊല്ലേണ്ട ദിക്ർ, ഇങ്ങനെയൊക്കെ ആ ദിക്റുകൾ വന്നിട്ടുണ്ട്. പള്ളിയിലേക്ക് കടന്നു വന്നാലുള്ള തഹിയ്യത്തിന്റെ സുന്നത്തിന്റെ വിഷയം. പിന്നെ പള്ളികളിൽ വിളക്ക് വെക്കുന്നത് അത് പ്രത്യേകമായ സുന്നത്താണ്. എല്ലാ പള്ളികൾക്കും അത് സുന്നത്താണ്. നല്ല വിളക്ക് ചാർത്തുന്നത്. തമീം ഉദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വരാനുണ്ട്. പള്ളികളിൽ പ്രകാശമുണ്ടാക്കുന്നത്, അതിന്റെ ഫളായിലുകൾ. പള്ളിയിൽ പറയുന്ന തസ്ബീഹിന്റെ അർത്ഥം എന്താണ്? പിന്നെ പള്ളിയിലേക്ക് വുദു എടുത്ത് പോകുന്നതിന്റെ മഹത്വം എന്താണ്? വീട്ടിൽ നിന്ന് വുദു എടുത്ത് പള്ളിയിലേക്ക് പോകുന്നത്. പിന്നെ പള്ളിയിൽ നിസ്കാരം കാത്തിരിക്കുന്നവന്റെ കൂലി. അങ്ങനെ ഒരുപിടി കാര്യങ്ങൾ ഈ ആയത്തിൽ മഹാനായ മുഫസ്സിർ, മഹാനായ അല്ലാമ ഖുർത്തുബി റഹ്മഹുല്ലാഹ് 19 മസ്അലകളുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ള ഏതാനും 10-15 മസ്അലകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. നമുക്ക് ആ മഹത്വം, നമ്മൾ ഈ പറയുന്നതൊക്കെ ജീവിതത്തിലേക്ക് പകർത്താനുള്ളതാണ്. എത്രയോ പള്ളികളിലേക്ക് നമ്മൾ കയറിയിറങ്ങും. ഒരു പള്ളിയിലേക്ക് കയറുമ്പോ അവിടെ തഹിയ്യത്തുൽ മസ്ജിദ് 2 റക്അത്ത് സുന്നത്ത്, ആ പള്ളിയുടെ ആദാബ്, വലതുകാല് വെച്ച് കിടക്കുന്നത്, ചെരുപ്പ് ഊരുമ്പോൾ തന്നെ ദുന്യാവ് അവിടെ ഊരി വെച്ചിട്ടേ ഉള്ളിലേക്ക് കടക്കാവുന്ന, ചെരുപ്പ് ഊരുന്നതോടുകൂടെ ദുന്യാവ് അവിടെ ഊരി വെക്കണം പള്ളിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ. ഇങ്ങനെ ഒരുപാട് ആദാബുകൾ ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ആയത്ത് അല്ലാഹു തആല ഹിദായത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പള്ളിയിലേക്കാണ് കൊണ്ടുവരുന്നത്. പള്ളിയിൽ കത്തിക്കപ്പെടുന്ന വിളക്കുകൾ എന്നാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വാക്കുകളുടെ, ഈ ആയത്തിന്റെ ആഴമേറിയ സാരങ്ങൾ ഇനിയും ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ ഒരു ഭവനം, ഒരാൾക്കെങ്കിലും നിസ്കരിക്കാനുള്ള ഒരു ഇടം നമ്മുടെ കൈകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പള്ളികൾ, ഒരു പള്ളി എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ പള്ളിയിലെ മാലിന്യങ്ങൾ നീക്കിക്കൊടുക്കുന്നത് പള്ളി അല്ലാഹു നാളെ സ്വർഗത്തിൽ വീട് കിട്ടാൻ കാരണമായി പറഞ്ഞത് ഹദീസ് നമ്മൾ കണ്ടു. അല്ലാഹു നമുക്കതിനെ സന്മനസ് തോന്നിപ്പിക്കുമാറാകട്ടെ. അപ്പോ നമ്മളത് നമ്മുടേതാണ്, നമ്മുടെ ഇടമാണ്, നമ്മുടെ പള്ളിയാണ്, അള്ളാഹുവിന്റെ ഭവനം സൂക്ഷിക്കേണ്ടത് നമ്മളാണ് എന്ന ആ ഒരു ചിന്തയിലെ നമ്മൾ പെരുമാറുക. അവിടെ അച്ചടക്കങ്ങൾ, മറ്റു വിഷയങ്ങളൊക്കെ താനെ ഈ ആശയം മനസ്സിലുണ്ടായാൽ ബാക്കി ഓരോന്നും നമ്മൾ പറഞ്ഞു വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വന്നിട്ട് ആദ്യമായി ചെയ്ത പണി അവിടെ പള്ളി ഉണ്ടാക്കലല്ലേ? മസ്ജിദ് ഖുബ. ആദ്യം ചെയ്തത് പള്ളി ഉണ്ടാക്കലാണ്. മസ്ജിദ് ഖുബ തങ്ങൾ ചെയ്തത് അവിടുത്തെ പള്ളിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ കുടുംബത്തിന് ആദ്യം ചെയ്തു കൊടുത്തത് പള്ളിയാണ്. അവർക്ക് കിടക്കാൻ വീടല്ല, അള്ളാഹുവിന്റെ പള്ളി. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അപ്പോ ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പള്ളികൾക്ക് സഹായിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ സഹായിക്കുക. വെറും അറബികൾ മാത്രം ചെയ്താൽ മതി. അറബിയൊക്കെയായി പറഞ്ഞതൊക്കെ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, നമുക്കൊക്കെ ഉള്ളതാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ആ വിഷയത്തിലേക്ക് സഹായിക്കാം. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. ഒരാൾ ചോദിച്ചിരുന്നു, അതിന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ ആ ചോദ്യം എടുത്തു വെച്ചിരുന്നു, നഷ്ടപ്പെടാതിരിക്കാൻ. ഇമാമത്തിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? ഒരാൾ ഇമാമ നിൽക്കുന്നതിന്റെ ഷർത്തുകൾ എന്താണ്? അപ്പോ ആർക്ക് ഇമാമ നിൽക്കാൻ പറ്റും, ആർക്ക് പറ്റില്ല? അതിന് ഉത്തരം വളരെ എളുപ്പമാണ്. കുല്ലു മുഅ്മിനിൻ മുഖല്ലഫിൻ മുമയ്യസ് ബാലിഗിൻ, അല്ലെ, പ്രായപൂർത്തിയായ മുസ്ലിമായ ആർക്കും ഇമാമ നിൽക്കാം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമായ ആർക്കും ഇമാമ നിൽക്കാം. പക്ഷേ മഅ്മൂമിനെ സംബന്ധിച്ചാണ് പ്രശ്നം. ആർക്കും ഇമാം നിൽക്കാം, പക്ഷെ അയാളുടെ പിന്നാലെ എനിക്ക് തുടരാൻ പറ്റുമോ ഇല്ലേ, അവിടെയാണ് നമ്മൾ പ്രശ്നം ഉണ്ടാവുക. ഉലമാ പറയുന്നത് 2 അഭിപ്രായമാണ്. അഭിപ്രായ വ്യത്യാസമുള്ളത് 2 മദ്ഹബിന്റെ പ്രശ്നം. അതായത് ഹനഫി മദ്ഹബിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതൽ നിർബന്ധമില്ല ഇമാമുമാർക്ക്, മഅ്മൂമിനുമില്ല. പക്ഷെ ശാഫിഈ മദ്ഹബിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതൽ നിർബന്ധമാണ്. അപ്പൊ പ്രശ്നം, ഇമാം ഹനഫിയാണ്, മഅ്മൂമ് ശാഫിഈയാണ്. അപ്പൊ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഖൗലാനി, 2 അഭിപ്രായം ഉലമാഇനുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? ജായിസുമാണ്, ജായിസല്ല, പറ്റും പറ്റില്ല, 2 അഭിപ്രായം, 2 ഈക്വൽ അഭിപ്രായങ്ങളാണ്. അവിടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഗൾഫിലൊക്കെ സാഹചര്യങ്ങളിൽ തുടരുന്നതിന് വിരോധമില്ല. കാരണം നമുക്ക് ആളുകളുടെ മദ്ഹബ് നോക്കി നടക്കാൻ കഴിയില്ല. ഇവിടെ ഇമാമുമാർ പല മദ്ഹബുകാരാണ്. മദ്ഹബിന്റെ വിഷയം ഇമാമുമാർ ഗൗനിക്കേണ്ടവരാണ്. ബാക്കിൽ ശാഫിഈ മദ്ഹബുകാരെ തുടരുന്നുണ്ടെങ്കിൽ ഇമാമ മെല്ലെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതണം. അത് പഠിച്ച ഇമാമുമാർ ചെയ്യും.
അത് അവര് ചെയ്യേണ്ടതാണ്. അതിന്റെ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ഇമാം, അത് ഇമാം ഏറ്റെടുക്കുന്നതാണ്. മഅ്മൂമിന് പ്രശ്നമില്ല, തുടരുന്നതിന് ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല. പിന്നെ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണെന്ന് ഉറപ്പായി. മാമൂമിന്റെ നിസ്കാരം ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരം ബാത്തിലാകുന്ന എന്തോ ഒരു പണി ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാണ്. അങ്ങനത്തെ ആൾ ഇമാമിനെ തുടരാൻ പറ്റില്ല, അത് അയാൾക്ക് പറ്റില്ല. ആ ഇമാമ് ഫാസിഖാൻ, തെമ്മാടിയാണ്, കള്ളുകുടിയനാണ്, തോന്നിവാസം ചെയ്യുന്ന ആളാണ് എന്ന് ഉറപ്പാണ്, നമുക്ക് ഫിസ്കുണ്ട്, ആ ഇമാമിനെ തുടരാതിരിക്കലാണ് ഉത്തമം. വേറെ ഒരു ഇമാമിനെ കിട്ടാൻ ഇടമുണ്ടെങ്കിൽ ഇയാൾ അങ്ങനെയാ ചെയ്യേണ്ടത്. നമ്മുടെ പ്രശ്നം അതല്ല. പള്ളിയിലേക്ക് കയറി ചെല്ലുന്നു, ചിലപ്പോ നല്ല ചെറുപ്പക്കാർ, ചിലപ്പോ നല്ല ടീഷർട്ടും പാന്റൊക്കെ ഇട്ടിരിക്കുന്ന ആളുകൾ, നല്ല 1-ാം നമ്പർ ഹാഫിലിങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നുണ്ട് കമ്പർ തൊപ്പിട്ട് തന്നെ മൂല്യന്മാർ, അങ്ങനെ നല്ല പണ്ഡിതന്മാരുണ്ട്. അവര് ചിലപ്പോൾ ഷോപ്പിൽ, മൊബൈൽ ഷോപ്പിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുക. അവർക്ക് ഹദീസും ഖുർആാനും വയലാവിയും തഫ്സീറും ബുഖാരി മുസ്ലിമൊക്കെ ഓതിയിട്ടുള്ള വലിയ പണ്ഡിതന്മാരുണ്ടാവും. ചേലും കോലത്തിലൊന്നും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. കാണുന്നില്ല, ഇമാമൊക്കെ എന്തൊരു മനോഹരമായി ഓതുന്ന അറബികൾ കാണും. അപ്പോ അവരിപ്പോ ഏതാണ്, ഇവന്റെ കോലം എന്താ, ഇവന്റെ ജാതി എന്താ, ഇതൊന്നും നമ്മൾ ചിന്തിച്ച് ബേജാറാവരുത്. എല്ലാ ദുന്നൂബിൽ മുഅ്മിനീന ഖൈറ, ഇവൻ എന്നെക്കാളും ഖൈറാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മളെക്കാളും അവന്റെ നിസ്കാരത്തിന് കുഴപ്പമുണ്ട്, അവന്റെ നിസ്കാരം ബാത്തിലാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്, എന്നാൽ അവനെ തുടരാൻ പറ്റില്ല. ഇല്ലേ, നമുക്ക് തുടരാനാണ് ഉത്തമം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ ഇടക്കൊരു കാര്യം കൂടെ പറയാം. നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ ഇടയ്ക്ക് ഇമാമിന്റെ നിസ്കാരം ബാത്തിലായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഇമാമിന്റെ നിസ്കാരം ബാത്തിലായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ടാൽ നിസ്കരിക്കുന്ന നമ്മൾ ഇമാമുമായി പിരിയണം. ആ പിരിയണം എന്ന് പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഷാഫിഈ മദ്ഹബിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 1-ാമത്തെ അത്തഹിയാത്ത് ഓതാതെ ഇമാം എഴുന്നേൽക്കാൻ. 1-ാമത്തെ അത്തഹിയാത്ത് ഓതാതെ 4 റക്അത്ത് ഇശാ നിസ്കാരത്തിന് 1-ാമത്തെ അത്തഹിയാത്ത് അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട അത്തഹിയാത്ത് ഓതാതെ ഇമാം എഴുന്നേൽക്കാൻ സുന്നത്താണ്. അത് നഷ്ടപ്പെട്ടാൽ, മറന്നുപോയാൽ സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. ഇമാം എഴുന്നേറ്റു, ബേക്കെന്ന് ഒരുത്തം പറഞ്ഞു സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞാൽ ഇമാം ഇനി താഴേക്ക് പോകരുത്, ഇമാം 3-ാമത്തെ റക്അത്തിൽ തുടരുന്ന വേണ്ടത്. പക്ഷെ ഇമാമിന് മനസ്സിലായില്ല, പഠിച്ചോനെ ഞാൻ അത്തഹിയാത്ത് ഓതിയില്ലല്ലോ, ഒരു മസാലൊന്നും പഠിച്ചിട്ടില്ല, നേരെ അങ്ങോട്ട് പോയി റുക്കൂഇൽ നിന്ന് നേരെ സുജൂദിലേക്ക്, അത്തഹിയാത്തിലേക്ക് മടങ്ങി, ഖിയാമിൽ നിന്ന് അത്തഹിയാത്തിലേക്ക് തിരിച്ചുപോയി. നിസ്കാരം ബാത്തിലായോ? നിസ്കാരം ബാത്തിലാണ്. അത് ബാത്തിലായാൽ തന്നെ, ഞാൻ പറയൊരു ഹിക്മത്താ പറഞ്ഞിരുന്നത്, മസ്അലയല്ല പറഞ്ഞത്. ഇമാമുമായി നമ്മൾ പിരിയണം. അപ്പൊ തന്നെ ഞാൻ ഇമാമുമായി പിരിഞ്ഞു എന്ന് നിയത്ത് ചെയ്ത് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന പോലെയാണ് നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത്. പക്ഷേ നമ്മൾ വേറിട്ട് നിൽക്കുകയാണ് എന്ന് കൂടെയുള്ള ആളുകളെ തോന്നിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് മാറി നിൽക്കുന്ന ഇമാമ സുജൂദ് പോകുമ്പോൾ നമ്മൾ കൽപ്പിച്ചൂട്ടി അവിടെ ഇരിക്കുന്ന ഖിയാമത്ത് തന്നെ, ഇമാമ 2-ാം സുജൂദ് എത്തിയിട്ട് നമ്മൾ റുക്കൂഇൽ തന്നെ നിൽക്കുക, ഞാൻ ഇയാളുടെ ഒപ്പല്ല, ഇത് വിളിച്ചറിയിക്കരുത്. അത് ആ നിസ്കാരത്തിന്റെ ഒരു അദബിനെ ബാധിക്കുമെന്നാണ്. അത് നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഫാത്തിഹയും സൂറത്തൊക്കെ ചുരുക്കിയിട്ട് ഇമാമിന്റെ ഒപ്പം കൂടുന്ന പോലെ തന്നെ നമ്മൾ നിസ്കരിച്ചിട്ട്, പക്ഷേ നമ്മൾ ഒറ്റക്കാണ്, നമ്മൾ നിയ്യത്ത് കൊണ്ട് മുഫാറഖ ചെയ്തിട്ടുണ്ട്, ഇമാമുമായി പിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ വരും. പെരുന്നാൾ നിസ്കാരത്തിലൊക്കെ അത് വരും. പെരുന്നാൾ നിസ്കാരത്തിന്റെ ആദ്യത്തെ തക്ബീറത്തിൽ 7 തക്ബീറുകൾ ചെല്ലാൻ ഇമാം മറന്നു എന്ന് വിചാരിക്കുക. 2-ാമത്തെ റക്അത്തിൽ അധികം മറക്കുക. 1-ാമത്തെ റക്അത്തിൽ അങ്ങനെ 2-ാമത്തെ റക്അത്തിൽ ഇമാമാർ 5 തക്ബീർ ചെല്ലാൻ മറക്കും. ചിലർ ബാക്കിൽ നിന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അത് പറയേണ്ട ആവശ്യമില്ല, സുന്നത്താണ്. ഇമാം അങ്ങാനും ഫാത്തിഹ തുടങ്ങി പിന്നെ സുബ്ഹാനല്ലാഹ് കേട്ടു അല്ലാഹു അക്ബറിലേക്ക് തിരിച്ചു വന്നാൽ നിസ്കാരം ബാത്തിലായി. കാരണം ഒരു ഫർളിൽ നിന്ന് സുന്നത്തിലേക്ക് തിരിച്ചു വന്നാൽ നിസ്കാരം ബാത്തിലാവും. ഇങ്ങനത്തെ വിഷയങ്ങളിൽ നമ്മൾ ഇമാമുമായി ഞാൻ പിരിഞ്ഞു എന്ന് മനസ്സിൽ നിയത്ത് ചെയ്താൽ മതി. ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. നിര്യാണിക്ക് താഴെ ഡ്രസ് താഴ്ത്തിയിട്ട ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത് അന്തരം മൻ അസ്ബല ഇസാറ, ഈ ഇസാർ താഴ്ത്തിയിടുന്ന ആളുകളുടെ നിസ്കാരം അല്ലാഹു ഖബൂൽ ചെയ്യൂല. അപ്പോ നിസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കൂല. പക്ഷേ ഉള്ളിലേക്ക് ആലോചിച്ചാൽ അല്ലാഹു തആല അത് സ്വീകരിക്കാൻ പ്രയാസമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിട്ടു നിൽക്കാം, അത്രയും ഇമാമിൽ നിന്ന് മാറി നിൽക്കാം, കുഴപ്പമില്ല. പക്ഷേ തുടർന്നുകൂടെ അവരുടെ കൂടെ തുടർന്ന നിസ്കാരം നമ്മളുടെ ബാത്തിലാകും. അങ്ങനെയില്ല. സൗകര്യപ്പെട്ടു, ഇയാളെക്കാട്ടും നെരിയാണിക്കും മീതെ ഡ്രസ് എടുക്കുന്ന ഒരു ഇമാമിനെ കിട്ടാനുണ്ടെങ്കിൽ ഒന്ന് കാത്തിരിക്കാം. നമ്മുടെ നിയ്യത്തിൽ ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണോ, അത്തരം ഇമാമിങ്ങളെ തുടരാൻ പറ്റില്ല. പക്ഷെ മൊത്തത്തിൽ ഒരാളെ, അറിയാത്ത ഒരാളെ കണ്ടാൽ ഇയാൾ എന്നെക്കാളൊക്കെ ഖൈറാണെന്ന് വിചാരിച്ച് അയാളുടെ കൂടെ കൂടിക്കോളൂ, കുഴപ്പമില്ല. തലയിലൊന്നും തൊപ്പിയൊന്നും ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കാൻ കുഴപ്പമില്ല, നിസ്കാരം സഹീഹാണ്. പക്ഷെ ജമാഅത്ത് കിട്ടുമല്ലോ, വേറെ ജമാഅത്തൊന്നും കിട്ടാൻ ഇടമില്ല, എന്നാ പിന്നെ തുടരുന്നേ.
ഷോപ്പിംഗ് സെന്ററിൽ ഉണ്ടാകുന്ന നിസ്കാര റൂമിൽ വലിയ ശുദ്ധിയുള്ളപ്പോൾ പ്രവേശിക്കാൻ പറ്റുമോ? അത് മുസല്ലയാണെങ്കിൽ, അല്ലെ, നിസ്കാര റൂമാണെങ്കിൽ കുഴപ്പമില്ല, വലിയ ശുദ്ധിയുണ്ട്, കുഴപ്പമില്ല. പക്ഷെ പള്ളിയിൽ പറ്റൂല. മുബത്തദി എന്നായിരിക്കും, അല്ലെ? സലാം ചൊല്ലാൻ പാടില്ല എന്ന് ആരാണ് മുബത്തദി? സലാമിന്റെ വിഷയത്തിൽ നമ്മുടെ ഉലമാ പറഞ്ഞ കർക്കശമായൊരു നിലപാടാണ്, ദീനിൽ പുതിയത് ഉണ്ടാക്കുന്ന ആളുകൾ, ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം, സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ആശയം, നമ്മൾ തുടർന്നു കൊണ്ടുപോരുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് ഒരു വിരുദ്ധചേരി സംഘടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന മുബ്തദിഇകൾ, അത്തരം ആളുകളോട് സലാം ചൊല്ലരുതെന്ന് ഉലമാ പറഞ്ഞു. അതിന്റെ അർത്ഥം മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദിമിൽ ഇസ്ലാം എന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം പറഞ്ഞ് ഒരു മനുഷ്യനെ, ഒരു ബിദ്അത്തിന്റെ ആളെ ഒരാൾ ബഹുമാനിച്ചാൽ, ബിദ്അത്തിന്റെ ആളെ ഒരാൾ ബഹുമാനിച്ചു, ഫഖദ് ആന അലാ ഹദിമിൽ ഇസ്ലാം, ഇസ്ലാം പൊളിക്കാൻ അയാളെ സഹായിച്ചു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മുബ്തദിഇകൾ, അഹ്ലുസുന്നത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ള ആളുകൾ, അവരോട് സലാം പറയരുത് അല്ലെങ്കിൽ സലാം അടക്കരുത് എന്നൊക്കെ ഉള്ള ആശയം ഉലമാ പറയാനുണ്ടായ കാരണം, ആ സലാമിലൂടെ ഒരു ബഹുമാനം, ഇയാൾ കാര്യപ്പെട്ട ആളാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വളരെ സന്തോഷമാണ്, നിങ്ങൾ എങ്ങനെയൊക്കെ പുതിയ അഭിപ്രായങ്ങൾ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ആ രീതിയിൽ ആ മനുഷ്യനോടുള്ള ഒരു ബഹുമാനം അതിൽ വന്നു പോകുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഉലമാ അത് പാടില്ല എന്ന് പറയാൻ കാരണം. അതിനെ സംബന്ധിച്ച് ഉലമാ വളരെ വിശദമായിട്ട് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അവരോടുള്ള നമ്മുടെ മാനസികമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ്. അവർ മാറി വരണം, അവർ ചിന്തിച്ചു തുടങ്ങണം, അവരെ സംബന്ധിച്ചൊന്ന് ആലോചിക്കട്ടെ, തെറ്റുകൾ തിരുത്തട്ടെ, അതിനൊരു അവസരം കൊടുക്കാനാണ് അങ്ങനെ ചെയ്യണം എന്ന് ഉലമാ പറഞ്ഞിട്ടുള്ളത്. അമുസ്ലിം സലാം ചൊല്ലിയാൽ എന്താണ് മറുപടി? വഅലൈക്കും എന്ന് പറഞ്ഞാൽ മതി. വഅലൈക്കും, അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയും, വഅലൈക്കും നിങ്ങൾക്കും എന്ന് പറഞ്ഞ് നിർത്തുക. അവിടെ വഅലൈക്കും സലാം എന്ന മുസ്ലിമിനോട് പറയരുത്. വഅലൈക്കും സലാം എന്നൊക്കെ പറഞ്ഞ് അസ്സലാം എന്ന് പറയാതെ, ചില അമുസ്ലിമീങ്ങൾക്ക് മസ്അല അറിയുന്ന അമുസ്ലിമീങ്ങൾ ഉണ്ടാവും. അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ ഇവനോട് പറയാൻ പോണത് വഅലൈക്കും എന്നാണ്. ഇവൻ ഏതാണ്? ഇവൻ എക്സ്ട്രീമിസ്റ്റ് ആണോ അല്ല ഇവൻ ഒരു മോഡറേറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കും. അങ്ങനത്തെ കാക്ക് തിരിയാത്ത കൊലത്ത് പറയണം വഅലൈക്കും സലാം, അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം, വഅലൈക്കുമുസ്സലാം. അസ്സലാം എന്നില്ല, അൽ സലാം എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ രക്ഷ എന്നാണ്. വഅലൈക്കും സലാം അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ വഅലൈക്കും എന്ന് പറഞ്ഞ് നിർത്തുക. വഅലൈക്കും എന്ന് പറഞ്ഞാൽ കുഴപ്പക്കാരനാണെങ്കിൽ വഅലൈക്കും സലാം, അവനിപ്പോ അലിഫ്ലാം എന്ന് നോക്കൂല, പറഞ്ഞു വിട്ടാൽ മതി. ഇത് അൽ ദീനു ഹിക്മ, ദീൻ ഹിക്മത്താണ് എന്നാണ്. ദീനിൽ ചില വിഷയത്തിൽ ഹിക്മത്ത് പാലിക്കേണ്ടി വരും. ദുഹാനിസ്കാരത്തിന്റെ സമയം എത്ര വരെയാണ്? ദുഹാനിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തോളം ഉയർന്നത് മുതൽ എന്ന് പറഞ്ഞാൽ സൂര്യ ഉദയം, ഇപ്പോ സൂര്യ ഉദിക്കുന്ന ഏകദേശം 6:30 അല്ലെ, 6:29, 30 സമയത്ത്. അപ്പോ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹായുടെ നിസ്കാരമായി. നിസ്കാരം തുടങ്ങി എവിടം വരെ? ലുഹറിന്റെ ജവാലിന്റെ തൊട്ട് മുമ്പ് വരെ, ലുഹർ വാങ്ങ് കൊടുക്കുന്നതിന്റെ ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് മുമ്പ് വരെ ദുഹാ നിസ്കാരത്തിന്റെ സമയമാണ്. ഭയങ്കര കൂലിയുള്ള നമ്മുടെ കൈകാലുകളുടെ കെണിപ്പുകൾക്കുള്ള പ്രായശ്ചിത്തമാണ്, സ്വതക്കയാണ് ദുഹാ നിസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൽ വേറെന്തോ ഒരു ചോദ്യം? സ്ഥിരം ദുഹാ നിസ്കരിക്കുന്നവൻ സമയം കഴിഞ്ഞാൽ ഖളാ വീട്ടേണ്ടത്? സമയം നിശ്ചയിക്കപ്പെട്ട ഒരു നിസ്കാരം, ഒരാളിപ്പോ സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന ദുഹാ ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, ആ മനുഷ്യൻ എന്ത് ചെയ്യാം? അത് ഖളാ വീട്ടാം. സമയം നിശ്ചയിക്കപ്പെട്ട എല്ലാ സുന്നത്തുകളും ഒരാൾക്ക് എന്ത് ചെയ്യാം? ഖളാ വീട്ടാം, കുഴപ്പമില്ല. ചോദിച്ചത് അതാണ്, അയാൾക്ക് എന്ത് ചെയ്യാം? അത് ഖളാ വീട്ടാം. നിർബന്ധമല്ല, നഷ്ടപ്പെട്ടത് കൂലി കിട്ടാൻ വേണ്ടി. ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെ കുറിച്ച് മറ്റൊരാളോട് ചർച്ച ചെയ്താൽ അത് നമീമത്താകുമോ? നമീമത്തിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രസൻസിൽ, ഒരാളുടെ മുമ്പിൽ വെച്ച് അയാളെ കുറ്റം പറയുന്നതാണ് നമീമത്ത്. ഒരാളുടെ ആബ്സെൻസിൽ, ഒരാൾ അവിടെ ഇല്ല, അയാളെ പറ്റി പറയുന്നതാണ് ഗീബത്ത്. രണ്ടും കുറ്റകരമാണ്. ഒരാളുടെ ഉള്ളതിന് പറയലാണ് ഈ നമീമത്തും ഗീബത്തൊക്കെ, അയാളിൽ ഉള്ള ഒരു കുഴപ്പം പറയലാണ്. ഇല്ലാത്തത് പറഞ്ഞാൽ വിഷയം മാറും, ഗൗരവമാണ്. ബുഹ്താൻ, പച്ചക്കള്ളം ഒരാളെ പറ്റി പറഞ്ഞു എന്നതിനർത്ഥം. ഇപ്പം നിസ്സാരം, ഒരാള് പിഷ്കനാന്ന് പറയാം. അപ്പോ വർത്താനം പറയുന്ന ഇടയിൽ ഇങ്ങനെ ഇയാൾ ചെയ്ത എന്തോ ഒരു ഉപകാരം ഇങ്ങനെ പറഞ്ഞു, ആ പിഷ്കനായ ആള് സദസ്സിലിരിക്കുന്നുണ്ട്. ഇയാളെ ചോദിച്ചൊരു ഉദാഹരണം ഞാൻ കണ്ടെത്താൻ. അപ്പൊ ഇയാൾ പറഞ്ഞു, കല്യാണത്തിന് ഒരു അപേക്ഷ വന്നു, നാട്ടിൽ നിന്ന് കത്ത് വന്നിട്ടോ, ഞങ്ങളൊക്കെ കൂടി ഓരോരുത്തരും 500 ദിർഹം വെച്ച് കൊടുത്തിട്ടുണ്ടോ. പിന്നെ പിഷ്കന്മാർക്ക് ഇതൊന്നും പറഞ്ഞതല്ലല്ലോ.
എന്നങ്ങോട്ട് പറഞ്ഞു വിട്ടു. ആരെപ്പറ്റി പറഞ്ഞു? ഇയാളെ പറ്റി. അത് ഗീബത്ത്, അത് നമീമത്താണ്, അത് കുറ്റകരമാണ്. ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാലും ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാലും അതെന്താണ്? നമീമത്താണ്. ഒരാളെ സംബന്ധിച്ച് അയാളുടെ മുമ്പിൽ വെച്ച് പറയാം. ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്ത പേര് വിളിക്കൽ അങ്ങനെയാണ്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. ചില ആളുകൾ വെറുതെ വളരെ മോശമായ ഓമന പേര് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വളരെ കൂളായിട്ട് ചെറുപ്പക്കാരൊക്കെ ചില സമയത്തൊക്കെ കേൾക്കാറുണ്ട്, വഴിയിലൊക്കെ പോകുമ്പോ വളരെ കൂളായിട്ട് ഇംഗ്ലീഷിലെ ഡോഗ്നോ പിഗ്നോ ഒക്കെ പറഞ്ഞ സംഗതി കൂളായിട്ട് വിളിക്കും. അതുപോലെ കുഴപ്പമില്ല, വളരെ അന്തസ്സിൽ ചെല്ലും ചെയ്യും വിളിച്ചാൽ. അത് വിളിക്കുന്ന ആക്കും കറാമത്തില്ല, ബഹുമാനല്ല, വിളിക്കപ്പെടുന്ന ആക്കും ആ ഒരു ഇല്ലാത്തതുകൊണ്ട് അതാർക്ക് ഇഷ്ടല്ലേ വിളിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ. ചില ആളുകൾക്കൊക്കെ അങ്ങനെ ശരീരത്തിന് അള്ളാഹു കൊടുത്ത എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ പേര് വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലേ, ഭയങ്കര കുറ്റകരമാണ്. അത് പൊരുത്തപ്പെടിക്കേണ്ടി വരും. എല്ലാം പൊരുത്തപ്പെടും. ഏകത്തിന് നിമിത്തൊക്കെ ആൾക്കാരെന്നെ പൊരുത്തപ്പെടണം. അപ്പോഴേ അത് അള്ളാഹു പൊരുത്തപ്പെട്ടിരുള്ളൂ. അവരറിഞ്ഞാൽ കേട്ടോ. അവരറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ ഗീബത്ത് നിമിത്തും പറഞ്ഞു, നമ്മൾ ആരെക്കുറിച്ചോ പറഞ്ഞു, അയാൾ ഇവിടെ ഇല്ല, അയാളത് അറിയാനും പോകുന്നില്ല. പക്ഷെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അയാളോട് വിളിച്ചിട്ട് പറയരുത്, ഞങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പൊരുത്തപ്പെട്ടിരണം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആരെ പറ്റിയെങ്കിലും പറഞ്ഞു, ആ ആളിത് അറിഞ്ഞിട്ടില്ല, അറിയാനും പോകുന്നില്ല, എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക. അല്ലാഹുവേ, ആ മനുഷ്യന് പുറത്തു കൊടുക്കുക റബ്ബേ എന്ന് പറയാ. അയാൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക. ഒരു 100 ദിർഹം സംഭാവന ചെയ്യുന്നു. അല്ലാഹുവേ, ഞാൻ ആ ഗീബത്ത് പറഞ്ഞ ആക്കിതിന്റെ കൂലി കൊടുക്കുക റബ്ബേ. അതാണ് അതിന്റെ പ്രായശ്ചിത്തം. ഗീബത്തും നമീമത്തും ഹറാമാവാൻ തന്നെ കാരണം എന്താ? മനസ്സിനെ വേദനിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോ ഇയാളോട് പറയാം, ഇയാളൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല, അയാളോട് പറയാം ഞങ്ങൾ അങ്ങനെ പറഞ്ഞു നിന്നിട്ടോ കഴിഞ്ഞ മീറ്റിംഗിൽ. എന്തിനാണ് അയാളെ വേദനിപ്പിക്കേണ്ട ആവശ്യം? വേദനിപ്പിക്കാതിരിക്കാനായി പറയണത്. പിന്നെ പറയുമ്പോൾ വേദനിപ്പിക്കല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, അങ്ങനെ പറയരുത്. അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യാം. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? പടച്ചോനെ, ഇതാരാ ചോദിച്ചത്? ചൊല്ലിയർത്ഥ അവിടെ ഉണ്ടോ? ബർമുഡ ട്രയാങ്കിൾ നമ്മൾ കാൽമട്ടടക്കുന്ന സംഗതി അല്ല കേട്ടോ ചോദിച്ചത്. ബർമുഡ ട്രയാങ്കിൾ അമേരിക്കന്റെ ഭാഗമാണോ? അല്ലേ? ദ്വീപ് സമൂഹങ്ങളാണ്. എനിക്കതിനെ പറ്റി വല്ലാതെ ഒന്നും അറിയില്ല. ഫ്രാൻസിന്റെ ഒരു ഫ്ലൈറ്റ് അവിടെ മിസ്സിംഗ് ആയി, ഒരു ആക്സിഡന്റ് ആയി അടുത്ത കാലത്ത്. ചില കപ്പലുകൾ അവിടെ മുങ്ങിപ്പോയിട്ടുണ്ട്. ചില ഫ്ലൈറ്റുകൾക്ക് അവിടെ പ്രശ്നങ്ങൾ, തകരാറ് സംഭവിക്കാറുണ്ട്. അവിടെ അപകടങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണമെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു സംതിങ് മിസ്റ്റീരിയസ്, എന്തോ നിഗൂഢമായത് ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ ട്രയാങ്കിൾ പസഫിക്കിലോ അന്റാർട്ടിക്കിലോ അല്ലേ? എവിടെ? അറ്റ്ലാന്റിക്കിലല്ലേ? അറ്റ്ലാന്റിക് ഓഷനിലാണ് ഈ ബർമുഡ ട്രയാങ്കിൾ. നമ്മള് ഈ വാസ്കോ ഡി ഗാമയുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, അന്ന് ബർമുഡ ട്രയാങ്കിളിന്റെ അപ്പുറത്തേക്ക് പോകാൻ പേടിയായിരുന്നു. ദ ഡോർവേ ടു ഹെൽ ഈസ് ഓപ്പൺ ദേർ. നരകത്തിലേക്കുള്ള വാതിൽ അവിടെ മുതൽ തുറന്നു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ദ വേൾഡ് ഈസ് എൻഡ്, അവിടെ ലോകം അവസാനിച്ചു എന്നൊക്കെ പണ്ടേ വിശ്വാസമുണ്ട്. പക്ഷെ ബർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച് നമുക്ക് ഖുർആനിൽ അങ്ങനെയൊന്നും ഒരു പ്രയോഗം നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ അവിടെ എന്തോ ഒരു സംതിങ് മിസ്റ്റീരിയസ്, ഒരു നിഗൂഢമായ എന്തോ ഒരു അന്തരീക്ഷത്തിലോ അവിടുത്തെ ഗ്രാവിറ്റിയിലോ എന്തോ ഒരു പ്രശ്നം, ഒരു സംതിങ് റോങ് അവിടെ നടക്കുന്നുണ്ടെന്ന് ശാസ്ത്രലോകത്തിന് തന്നെ അറിയാം. ഇതുവരെ അത് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ചില അപകടങ്ങളൊക്കെ നടന്നിട്ട് യാതൊരു തലയും വാലും കിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മിസ്സിംഗ് ആയത്, കാണാതായി പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അടുത്ത ഫ്ലൈറ്റ് ക്രാഷ് ആയതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇതൊക്കെ. പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നു അവിടെ? എന്താണ് അവിടെ? ഏലിയൻസ് ഉണ്ടോ എന്നൊക്കെ കാരപ്പോ ചോദ്യം അല്ലേ? അതൊക്കെ ഏലിയൻ യുഗമാണ്. We are not alien to this world. അപ്പോ നമുക്കറിയില്ല, അറിയില്ല എന്നല്ലേ പറയുള്ളൂ. നാട്ടിൽ പടിഞ്ഞാറ് നിന്നൽപ്പം വടക്കോട്ട് തെറ്റിയാണ് കിബില. UAE-യിൽ എങ്ങനെയാണ് നിസ്കാരത്തിൽ നിൽക്കേണ്ടത്? കുറച്ച് തമ്പുരാനെ, നാടും ഇവിടെ രണ്ട് ജിയോഗ്രഫി അല്ലേ? നാട്ടിലെ കിബില അല്ലല്ലോ. ചിലർക്കുണ്ട് എല്ലാ റൂമൊന്നും വലത്തോട്ട് എന്ന് അല്പം ചെന്നാൻ മതിട്ടോ, അങ്ങനെ കൂട്ടത്തിട്ടോ. എവിടെയാണ് കിബില നമ്മൾ നോക്കണേ? കിബില ഫൈൻഡർ ഒക്കെ ഇപ്പൊ മൊബൈൽ ആപ്ലിക്കേഷനിൽ വരെ, ആപ്പ് ആപ്ലിക്കേഷനിലൊക്കെ കിട്ടുന്ന സംഗതിയാണ് ഈ കിബില ഫൈൻഡിങ്. അത് വളരെ എളുപ്പമാണ്. ഏത് റൂമിൽ നിന്ന്, ചിലർക്ക് എവിടെ ചെന്നാലും വലത്തോടെ, അങ്ങനെയൊന്നുമില്ല. അത് ഇവിടെ നമുക്ക് UAE-യും ഇന്ത്യയും കിടക്കുന്ന രണ്ട് ഡയറക്ഷനിലാണ്. UAE സംബന്ധിച്ചിടത്തോളം മക്ക കിടക്കുന്നത് സൗത്ത് വെസ്റ്റിലേക്കാണ്. അപ്പൊ നമ്മളിവിടെ സൗത്ത് വെസ്റ്റിലേക്കാണ് തിരിയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇന്ത്യയെക്കാളും UAE അല്പം നോർത്തിലേക്ക് പൊങ്ങിയിട്ടാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കിയാൽ, നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും.
അത് നമ്മുടെ ഇവിടുത്തെ ഓരോ രാജ്യത്തിന്റെയും കിബില ഓരോന്നല്ലേ. ഇവിടെ കിബില മക്കയിലേക്ക് നമ്മുടെ ഇവിടുത്തെ പൊസിഷൻ നോക്കിയിട്ടില്ലേ. അപ്പോ ചില ഇമാമിയങ്ങൾ ബിസ്മി ഓതുന്നുണ്ടോ എന്ന് സംശയമെങ്കിൽ നിസ്കരിക്കാൻ പറ്റും. നമ്മൾ വിഷയം പറഞ്ഞു. നിങ്ങൾ നിസ്കാരത്തിൽ സുജൂദിനേക്കാളും റുക്കൂഅ് ദീർഘിപ്പിക്കണമോ? അല്ല, റുക്കൂ അല്ല, സുജൂദാണ് ദീർഘിപ്പിക്കേണ്ടത്. സുജൂദ് ദീർഘിപ്പിക്കുന്നത് സുന്നത്താണ്. സുജൂദിൽ ദീർഘമായ നേരം ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലെങ്കിൽ ചില ഇമാമിയങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. മഅ്മൂം ഒന്നും ചെയ്യേണ്ട. അങ്ങനെ അല്പം നീട്ടിയാൽ ഫാഹിഷ, വളരെ കൂടുതലായി നീട്ടുന്ന പ്രശ്നമൊന്നുമില്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. സൂര്യൻ എത്ര സമയം ദുഹാ നിസ്കാരം നമ്മൾ പറഞ്ഞു. മുടി കറുപ്പിക്കൽ കൊണ്ട് നിസ്കാരം സഹീഹാകുമോ? നിസ്കാരം സഹീഹാൻ, പക്ഷേ ഒരു കുറ്റകരമായ കാര്യം അയാൾ ചെയ്തു എന്ന് വരും. അങ്ങനെയാണ്. അപ്പോ നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി നിസ്കരിച്ചു, നിസ്കാരം സഹീഹാൻ, പക്ഷെ ആ ചെയ്ത പണി ഹറാമാണ്. ഒരാളുടെ ഭൂമി ഒരാൾ തട്ടിപ്പറിച്ചെടുത്തതാണ്, ആധാരം മാറ്റി അടിച്ചു മാറ്റിയതാണ് ഒരാളുടെ ബിൽഡിംഗ്, അവിടെ ഒരാൾ നിസ്കരിക്കാൻ, ആ സ്ഥലം മഖ്സൂബാണ്, പക്ഷെ നിസ്കാരം സഹീഹാൻ. നിസ്കാരം സഹീഹാൻ, പക്ഷെ അവിടെ അത് ഒരാൾ തട്ടിപ്പറിച്ച സ്ഥലമാണ്. അതുകൊണ്ട് നിസ്കാരത്തിന് സിഹത്ത് കിട്ടും, പക്ഷെ മറ്റേ ചെയ്ത പണി ഹറാമാണ്. റൂമിൽ മുസാഫ് പ്രയാസമുള്ളത് കൊണ്ട് കിടക്കുന്ന കട്ടിലിന് ചുവട്ടിലുള്ള പെട്ടിയിൽ വെക്കാമോ? ചെയ്യരുത്. എങ്ങനെങ്കിലും നമ്മുടെ റൂമിൽ നമ്മുടെ കിടത്തത്തിനേക്കാളും ഉയർന്ന ഒരു സ്ഥാനത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അവിടെയാണ് മുസാഫ് വെക്കേണ്ടത്. എന്തെങ്കിലും കബോർഡെങ്കിലും ഉണ്ടാവില്ലേ, അതിന്റെ മേലെയെങ്കിലും വൃത്തിയിൽ വെക്കുക. നമ്മൾ കിടക്കുന്നതിന്റെ നമ്മുടെ കാൽ പെരുമാറ്റത്തിന്റെ താഴെ എന്ത് ചെയ്യരുത്? നമ്മുടെ അരക്കെട്ടിന്റെ താഴേക്ക് മുസാഫ് ഒരു നിലക്കും വരരുത്. അത് മുസാഫിന്റെ റെസ്പെക്ട് ആണ്. ഇതിനിപ്പോ ഒരു മസ്അലന്റെ ആവശ്യമില്ല. അത് ബഹുമാനത്തിന് എതിരാണോ അല്ലേ എന്ന് മനസ്സിലാക്കിയാൽ മതി. വേറെ ഒരു നിലക്കും ഒരു നിർവാഹമില്ല. എന്നാ മിനിമം ആ മേലെ കിടക്കുന്നവന്റെ കട്ടിലിന്റെ തലയന്റെ അടുത്തെങ്കിലും വെച്ചോട്ടെ, അതിന്റെ താഴേക്ക് വരില്ലല്ലോ. അപ്പോ അത് ഏറ്റവും ബഹുമാനിക്കുക എങ്ങനെയാണോ ആ രീതിയിലൊക്കെ അത് ചെയ്യണം. അതിന്റെ മാക്സിമം. മയ്യിത്ത് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റക്അത്തിന് ശേഷം തുടരുന്ന ആൾക്ക് എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത്? മയ്യിത്ത് നിസ്കാരത്തിന് എത്രയാ കിട്ടുന്നത്, ആ കിട്ടുന്നത് ഇമാമോടുകൂടെ അയാൾ പൂർത്തിയാക്കുക എന്നാണ്. ഇമാം സലാം വീട്ടിട്ട് പിന്നെ ബാക്കിയുള്ള തക്ബീർ വീണ്ടെടുക്കുന്നത് മയ്യിത്ത് നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല എന്നാണ് ഉലമാ പറയുന്നത്. രണ്ട് അഭിപ്രായമാണ്. ഇപ്പൊ അങ്ങനെ വീണ്ടെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട് എന്ന അഭിപ്രായം ഉലമാഇനുണ്ട് അവിടെ. പക്ഷെ അത് ഇപ്പൊ ഫഖീഹ് ചർച്ച ചെയ്യേണ്ട ഇസ്ഖാത്തുൽ ഹറജ്. ഒരു തസവ്വുഫിന്റെ ആലിമിനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ അവര് ബുലൂഗുൽ ഖമാൽ, ഇങ്ങനെയാണ് അവരുടെ വീക്ഷണങ്ങൾ എങ്ങനെ ഉണ്ടാവുക. നമ്മളിപ്പോ ഒരു ഫിഖ്ഹിന്റെ മസല, നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മസലകൾ ഉലമാഇന് അഭിപ്രായം ഉണ്ടാവും. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു പ്രത്യേകിച്ച് സാധാരണക്കാരൊക്കെ ഉള്ള ഒരു സദസ്സിലാവുമ്പോ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രായോഗികമായി എളുപ്പമാകുന്ന വഴി ഏതോ അത് ഫിഖ്ഹിനെ സംബന്ധിച്ചുള്ള ഇസ്ഖാത്തുൽ ഹറജ് എന്ന് പറയാം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വഴികൾ എന്ത് ചെയ്യാ, ആ അഭിപ്രായങ്ങളെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് എളുപ്പമുള്ള വഴികൾ പറഞ്ഞു നോക്കുക. ഉലമാഇനുള്ള അഭിപ്രായം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒരാളങ്ങനെ പൂർത്തിയാക്കിയില്ലെന്ന് വിചാരിക്കുക, കുഴപ്പമില്ല. പൂർത്തിയാക്കിയെന്ന് വിചാരിക്കുക, ആൾക്കിന് കൂലിംഗ് കിട്ടും. പക്ഷെ പൂർത്തിയാക്കിയില്ല എന്നതൊരു കുറ്റാണ്, അല്ലെങ്കിൽ തെറ്റായി പോയി എന്നില്ല. പക്ഷെ എന്താണ്, നമുക്ക് സമയമുണ്ട്, സന്ദർഭമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് തദാറുക്കു മഫാത്ത് കഴിഞ്ഞു പോയത് ഓരോ തക്ബീറുകളായി കൂട്ടി 4 തക്ബീറുകൾ ഒരാൾക്ക് പൂർത്തിയാക്കി നിസ്കരിക്കാം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഖൈറുൽ ഉമൂരി ഐസറുഹാ, അങ്ങനെയുണ്ട്. പക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ശാഫിഈ മദ്ഹബുകളിൽ നമ്മുടെ കിതാബുകൾ ഫത്ഹുൽ മുഈൻ ആയാലും ഇആനത്തുൽ ത്വാലിബീൻ ആയാലും അവിടെയൊക്കെയുള്ള മസ്അലകൾ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷ്മതയുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആചരിച്ചു പോരുന്നത്, ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? പക്ഷെ ചില വിഷയങ്ങൾ നമ്മള് അതിന്റെ മസാല ഇപ്പം ഉസ്താദന്മാരൊക്കെ ഉസ്താദൊക്കെ ചില സമയത്ത് അങ്ങനെ പറയും. ഒരു നിസ്കാരത്തിലിപ്പോ മയ്യിത്ത് നിസ്കാരം വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. മയ്യിത്ത് നിസ്കാരം ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക, ബിസ്മില്ലാഹിർ ആമീൻ വരെ ചൊല്ലുക, എന്നിട്ട് സ്വലാത്തുൽ ഇബ്രാഹിമിയ്യ, എന്നിട്ട് മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ ഫുള്ള് പറയാ, എന്നിട്ട് അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റ വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു, അതിനുശേഷം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന. അതിന്റെ രീതി, പൂർത്തിയായ രീതി അതാണ്. ഷറാക്ക് എന്ത് ചെയ്യാൻ ഫാത്തിഹ കൊണ്ട് തുടങ്ങി, സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഫർള് വീടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഫർള് വീടി അല്ലാഹു അക്ബർ, 4ാമത്തെ തക്ബീർ ഒന്നും പറയുന്നില്ല, സലാം വീട്ടി, ഒരു സലാം വീട്ടി, അവന്റെ നിസ്കാരം സ്വഹീഹാണ്. ഫിഖ്ഹിൽ അത് സ്വഹീഹാണ്. പക്ഷെ നമ്മൾ കമാലിയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത് പൂർത്തിയായിട്ട് അങ്ങനെ തന്നെ ചെയ്യാം. നേരെ വിളിച്ചപ്പോ ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടണം.
ഒരു ബേസിക് ഒന്നും അറിയാത്തൊരു സാധാരണക്കാരനാണ്, ആൾക്ക് പഠിച്ചു തുടങ്ങുന്നുള്ളൂ, ആൾക്കത് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനല്ല. അപ്പോ അത് ചോദിക്കണം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ വിശദീകരണം വരും ഇൻഷാ അല്ലാഹ്. നമ്മള് അദ്ദീൻ യുസ്റുൻ, നമ്മള് കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്നാണ്, നമ്മൾ ഇറങ്ങാറാക്കരുത്. പക്ഷെ ഇത് ഇന്നെ കൊണ്ടൊന്നും കഴിയൂലല്ലോ എന്ന് അല്ല, അവൻ തുടങ്ങട്ടെ, പിന്നെ നമുക്കൊന്ന് ഉഷാറാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ്. ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ഹിക്മത്ത് എന്താണ്? വ്യക്തിക്ക് 10-20 വർഷം മുമ്പ് നോമ്പ് ഖളാ ഉണ്ട് എന്ന് തോന്നുന്നു. ഈ ഖളാ ആയ നോമ്പ് ഹജ്ജിനെ ബാധിക്കുമോ? പ്രായശ്ചിത്തമായി എങ്ങനെയാണ് ഖളാ വീട്ടേണ്ടത്? കൃത്യമായി എണ്ണം അറിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? അപ്പോ ഹജ്ജിന് സാധ്യമാണ്, അയാൾ ഹജ്ജ് ചെയ്യണം. നഷ്ടപ്പെട്ടു പോയ നോമ്പ് നിസ്കാരങ്ങൾ അത് ഒരു മനുഷ്യൻ ഖളാ വീട്ടണം കേട്ടോ. ഇന്ന് അങ്ങനെ ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. ഖളാ ആയിപ്പോയില്ലേ, അത് ഖളാ വീട്ടേണ്ട ആവശ്യമില്ല എന്ന് മനഃപൂർവ്വം പറയുന്നവര്, പ്രസംഗിക്കുന്നവര്, ക്ലാസ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. തെറ്റാണ് മുഅ്മിനീങ്ങളെ, തെറ്റാണ്. നിസ്കാരം ഒരു മനുഷ്യന് പ്രായപൂർത്തിയും ബുദ്ധിയുമായി കഴിഞ്ഞാൽ അവിടെ മുതൽ അവന്റെ ഫർളാണ് നിസ്കാരം. നഷ്ടപ്പെട്ടത് ഖളാ വീട്ടുക തന്നെ വേണം. ഖളാ വീട്ടുന്നത് നമ്മളും അല്ലാഹും തമ്മിലുള്ള വിഷയമാണ്. നമുക്ക് മുഴുവൻ വീട്ടാൻ കഴിഞ്ഞില്ല, അങ്ങനെ മരിച്ചു, അല്ലാഹുവിനോട് പുറത്തിടാൻ വേണ്ടി ദ്വാരന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഖളാ തന്നെയാണ്. എത്രയാ നഷ്ടപ്പെട്ടത്? ഞാൻ ചോദിക്കട്ടെ, നഷ്ടപ്പെട്ടത് എത്രയാ ഓർമ്മല്ല. പക്ഷെ നമുക്ക് കുറച്ച് സംഖ്യ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മൾ അങ്ങനെ വിടുവോ? ഓർത്തെടുക്കൂലേ? കിട്ടാനുള്ള സംഖ്യയാണെങ്കിൽ എത്ര കാലം മുതൽ, ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് കണക്കെടുക്കുക. നമ്മുടെ പ്രായപൂർത്തിയായ സമയം മുതൽ ഈ നേരത്തേക്ക് എത്ര നഷ്ടപ്പെട്ടു, വർഷത്തിൽ എത്ര, മാസത്തിൽ എത്ര, അങ്ങനെ ഒരു കൃത്യമായ കണക്കുണ്ടാക്കുക. നിസ്കാരം നഷ്ടപ്പെട്ടതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ളുഹറിന്റെ കൂടെ ഒരു ളുഹർ, ഒരു അസറിന്റെ കൂടെ ഒരു അസർ, ഒരു മഗ്രിബിന്റെ കൂടെ മറ്റൊരു മഗ്രിബ്, ഏതോ നഷ്ടപ്പെട്ടു പോയ മഗ്രിബ് നീയത്ത് വെച്ചാൽ മതി. നമ്മൾ അങ്ങനെ ഖളാ വിട്ടുകൊണ്ടിരിക്കുക. ഖളാ ഉള്ള ആളുകൾക്ക് സുന്നത്ത് നിസ്കാരമില്ല, അങ്ങനെ ഒരു മസ്അല ഉണ്ട്. അവർക്ക് സുന്നത്ത് നിസ്കാരം ഇല്ല എന്നതിന്റെ അർത്ഥം ചിലർ മനസ്സിലാക്കിയത് തറാവീക്കൊന്നും പോണ്ട എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തന്നെ ഒരാള് ചോദിച്ചു, അങ്ങനെ പറഞ്ഞല്ലോ അവർക്ക് സുന്നത്ത് ഹറാമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പകുതി കേട്ടിട്ടുണ്ടാവുള്ളൂ. ഈ ഹറാമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ സുന്നത്ത് നിസ്കാരത്തിന് അവന് സമയം കിട്ടിയോ? കിട്ടി. ആ സുന്നത്തല്ല അപ്പൊ അവൻ നിസ്കരിക്കേണ്ടത്. അവൻ നഷ്ടപ്പെട്ടു പോയ ളുഹറും സുബ്ഹിയൊക്കെ ഖളാ വീട്ടിക്കോട്ടെ, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിനൊക്കെ ഏതാനും സുന്നത്ത് വച്ചൂലല്ലോ, കഴിച്ചില്ല, ഇന്ന പിന്നെ തറാവിയും വേണ്ട, ദുഹയും വേണ്ട, ഒന്നും വേണ്ട, അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതൊക്കെ നിസ്കരിക്കുന്ന സ്ഥാനത്ത് ഫർള് അങ്ങനെ ഖളാ വീട്ടിക്കോട്ടെ. ദുഹ നിസ്കരിക്കാൻ ഓരോ 2 റക്അത്ത് സുബ്ഹികളായി പോട്ടെ, അല്ലേ? തഹജ്ജുദ് ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ ഓരോ 4 റക്അത്ത് നഷ്ടപ്പെട്ടു പോയ ളുഹറും അസറിലേക്കും കണക്കൂട്ടിക്കോട്ടെ. അങ്ങനെ ഖളാ വീട്ടുക തന്നെ വേണം കേട്ടോ. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുവേ അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതിലും കേട്ടതിലുമുള്ള അപാകതകൾ നീ പരിഹരിക്കണേ തമ്പുരാനെ, തെറ്റുകൾ തിരുത്തി തരണേ തമ്പുരാനെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما. അല്ലാഹു ഞങ്ങൾക്ക് നീ തെറ്റ് തിരുത്തി തരണം പടച്ചവനെ, ഇൽമു വർദ്ധിപ്പിക്കണം പടച്ചവനെ, അപാകതകളെ പരിഹരിക്കണേ റബ്ബേ, ഞങ്ങളുടെ ഈമാനെ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾ പഠിച്ചതും കേട്ടതും പറഞ്ഞതും ചിന്തിച്ചതും ആലോചിച്ചതും ഞങ്ങളുടെ നന്മയുടെ തുലാസിലേക്ക് ചേർക്കണേ റഹ്മാനെ. ദുനിയാവിലെ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ റബ്ബേ, എല്ലാ ആപത്തുകളിൽ നിന്നും കാക്കണേ റബ്ബേ. ജോലിയിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും യാത്രയിലും മറ്റും എല്ലാ പ്രയാസങ്ങളും കാക്കണേ റബ്ബേ. മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റബ്ബേ. ജോലി സംബന്ധമായ പ്രയാസമുള്ള ആളുകളുണ്ട് റബ്ബേ, ഖൈറായ ജോലി അവർക്ക് സ്ഥിരപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. ജോലിയിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരും കഠിനമായ ഹൃദയങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹു ഇവിടുത്തെ ഭരണാധികാരികൾക്കും മറ്റും ഞങ്ങളോട് റഹ്മത്ത് തോന്നിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു താ റബ്ബേ, ഞങ്ങൾ നീ കഴുകി ശുദ്ധിയാക്കി താ റബ്ബേ, ഞങ്ങളുടെ ഖൽബിനെ ശുദ്ധിയാക്കി താ റബ്ബേ, ഞങ്ങളുടെ ശരീരത്തെ നന്നാക്കി താ റബ്ബേ, ഞങ്ങളുടെ മനസ്സിനെ നന്നാക്കി തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ മലിനമായ ചിന്തയും വികാരങ്ങളും വിചാരങ്ങളും നീ നീക്കി ഞങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക റബ്ബേ. മനസ്സിനെ ശുദ്ധിയാക്കി താ റഹ്മാനെ, ശരീരം ശുദ്ധിയാക്കി തരണേ റബ്ബേ. മാരകമായ ഒരു അസുഖങ്ങളും വരാതെ കാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗികൾ പ്രയാസത്തിലാണ്, ശിഫ നൽകണേ അല്ലാഹ്. ഇവിടെ ദ്വാരക്കാൻ പറഞ്ഞ ലിസ്റ്റ് പറഞ്ഞവരും ചോദിച്ചതും അല്ലാത്തൊരു
സദസ്സിൽ കയ്യുർത്തുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസത്തിലാണ്. ശിഫ നൽകണം അല്ലാഹ്. ഞങ്ങളുമായി ബന്ധമുള്ള ഒരുപാട് ആളുകൾ, ബന്ധുക്കളും നാട്ടിലും ഇവിടെയും മക്കളിലും കുടുംബത്തിലും അസുഖങ്ങളുണ്ട്. അല്ലാഹുവേ ശിഫയാക്കണം തമ്പുരാനെ. അല്ലാഹു സിഹറിൽ നിന്ന്, ഐനിൽ നിന്ന്, നമാമീങ്ങളിൽ നിന്ന്, സാഹിരീങ്ങളിൽ നിന്ന്, ആയിനീങ്ങളിൽ നിന്ന് നീ കാക്കണേ റഹ്മാനെ. ശൈത്താനിയും ഇൻസിയും ജിന്നിയുമായ എല്ലാ ഫിത്നകളിൽ നിന്നും കാക്കണേ റഹ്മാനെ. അല്ലാഹു നിനക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളുടെ ഇഷ്ടമാക്കി താ റബ്ബേ, നിനക്ക് വെറുപ്പുള്ളത് ഞങ്ങൾക്ക് വെറുപ്പാക്കി താ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ നീ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറപ്പിച്ച് നിർത്തണമേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഉലമാഇന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, ഈ സദസ്സിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞ നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്താണ്. അല്ലാഹു ഇത് സ്വർഗ്ഗത്തിലേക്ക് എത്താൻ നിമിത്തമാക്കി താ റഹ്മാനെ. മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ തൗഫീഖ് താ റബ്ബേ. ആ നേരത്തേക്ക് ഞങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരണം റഹ്മാനെ. ഹലാലായ മുറാദുകൾ ഞങ്ങൾക്ക് ഖൈറാണെങ്കിൽ നീ സാധിപ്പിച്ചു തരണം റഹ്മാനെ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രാവശ്യം ഹജ്ജ് കഴിഞ്ഞു വന്ന മുഴുവൻ ആളുകളുടെയും ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾക്കും ഇതിന് തൗഫീഖ് തരണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ഖബർ നാളെ ഏറ്റവും നല്ല വീടാക്കി താ റബ്ബേ. ഞങ്ങളുടെ വീടിനേക്കാളും സൗകര്യമുള്ള ഭവനമാക്കി ഞങ്ങളുടെ ഖബറിനെ മാറ്റി തരണം അല്ലാഹ്. അത് ഞങ്ങൾക്ക് വിശാലമാക്കി തരണേ റബ്ബേ. കണ്ണെത്താ ദൂരത്തേക്ക് നോക്കിയിരിക്കാനുള്ള ഭാഗ്യം താ റബ്ബേ. ഖബറിന്റെ ഉള്ളിലെ എല്ലാ സുഖങ്ങളും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അവിടുത്തെ അദാബിൽ നിന്ന് പാമ്പുകളും തേളുകളും അവിടുത്തെ ദംഷ്ടങ്ങളും അവിടുത്തെ അടികളും അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മോചനം താ അല്ലാഹ്. പടച്ചവനെ, ഖബർ ഞങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ഇടമാക്കി തരണേ റബ്ബേ. ദുനിയാവിന്റെ ഹമ്മ് ഗമ്മ് ഫിത്നകൾ ആഫാത്തുകളിൽ നിന്നൊക്കെ മോചനം നൽകി നിന്റെ റഹ്മത്തിലേക്ക്, നിന്റെ കനഫിലേക്ക് ഞങ്ങൾ ചേർക്കണേ റഹ്മാനെ. അല്ലാഹു സ്വർഗ്ഗം കണ്ടിരിക്കാനുള്ള ഭാഗ്യം എല്ലാ മുസ്ലിമീങ്ങളായ ഖബറാളികൾക്കും നൽകണേ അല്ലാഹ്. ഈ നാട്ടിലും മറുനാട്ടിലും മരിച്ചുപോയവർ, അല്ലാഹു വിശേഷിച്ച് ചെറുപ്പക്കാരൻ 17 വയസ്സുള്ള കുട്ടി ഇന്നൊരു ആക്സിഡന്റിൽ അല്ലേലും മരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ആ കുട്ടിക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. മഗ്ഫിറത്ത് ചെയ്തമ്പുരാനെ. അവിടുത്തെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകണം റബ്ബേ. അവർക്ക് ആ കുട്ടിയുടെ നഷ്ടത്തിന് നീ കൂലി നൽകണേ റബ്ബേ. സ്വർഗത്തിലേക്ക് അവരെ സ്വീകരിക്കാനുള്ള ഫറതൻ വദുഖ്റനാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ കുട്ടിയുടെ വിയോഗത്തിൽ അവർക്ക് വന്ന നഷ്ടം നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ. ആ കുടുംബത്തിന് ആശ്വാസം നൽകുക തമ്പുരാനെ. ആ കുടുംബത്തിന് ആശ്വാസം നൽകുക റബ്ബേ. ഇവിടെ തന്നെ മറവേതിരിക്കുകയാണ്. അല്ലാഹു കുട്ടിയുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം റബ്ബേ. അല്ലാഹു ഇങ്ങനെ മരിച്ചുപോയ ഒരുപാട് ആളുകൾ, എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ റബ്ബേ. നാളെ മഹ്ശറായ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടുകൂടെ അംബിയാഇന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള മഹാഭാഗ്യം ഈ സാധുക്കളായി ഞങ്ങൾ എല്ലാവർക്കും നൽകണമേ തമ്പുരാനെ. അവിടെ നിന്റെ മസ്ജിദുകൾ അലങ്കരിക്കപ്പെട്ട ഒട്ടകക്കൂട്ടങ്ങളായി വരുമ്പോൾ അല്ലാഹുവേ ഞങ്ങൾക്കും അതോടൊപ്പം പറക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. നിന്റെ ഭൂമിയിൽ നിനക്ക് വേണ്ടി ഒരു മസ്ജിദ് വലൗ സഗീറൻ വലൗ കമഹ്സി ഖത, ഞങ്ങൾക്കൊരു കൊച്ചു പള്ളിയെങ്കിലും നിനക്ക് വേണ്ടി ഉണ്ടാക്കാനുള്ള തൗഫീഖ് തരണേ റബ്ബേ. ദുനിയാവിൽ ഞങ്ങൾക്ക് വീട് തന്നിട്ടുണ്ട്. അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് ഒരു വീട് ഇവിടെ തന്നെ ഉറപ്പിച്ചു പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റബ്ബേ. ഇന്ന് ഞങ്ങൾ പഠിച്ചത് കേട്ടതിൽ ആ ഒരു മൻഫഅത്ത് ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. റബ്ബന ഇഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബന ഇർഹംഹും കമാ റബ്ബൗനാ സിഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم. റസൂലേ സലാം.